ഹാപ്പിനെസ് ഹബിന്റെ ഇന്നത്തെ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ വിശിഷ്ടാതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് അജിത് കുമാർ സാറാണ്. സാറ് കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ബ്ലൂ വെയിൽ ബിസിനസ് സെന്റർ, അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ഓഫ് ജൈട്രൈഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആൻഡ് എ പ്രൊഫഷണൽ ട്രെയിനർ. ഇനി സാറിന്റെ കോർ കോമ്പിറ്റൻസിയെ പറ്റി പറയുവാണെങ്കിൽ time management, professional excellence, mind mastery, grow yourself, sales and marketing, leadership and personal management. ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഏത് വിഷയമാണെന്ന് ചോദിച്ചപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം മാഡം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എല്ലാത്തിലും സാറ് നല്ല വിദഗ്ധമായിട്ട് പഠിച്ചിട്ടാണ് അത് ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോമേഴ്സിൽ ഡിഗ്രി എടുത്തു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോമേഴ്സിൽ തന്നെ, അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സാറ് വർക്ക് ചെയ്ത ഏരിയകളെ പറ്റി പറയുവാണെങ്കിൽ സെക്രട്ടറി ഉള്ളിയേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ബ്രാഞ്ച് ഇൻ ചാർജ് ഓഫ് റിലയൻസ് ലൈഫ് ഇൻഷുറൻസ്, അതും കൊയിലാണ്ടിയില്. പിന്നെ സീനിയർ ഏജൻസി മാനേജർ ഓഫ് SBI ലൈഫ് കാലിക്കറ്റ്, വെൽത്ത് മാനേജർ ഓഫ് ACE ലൈഫ് ഇൻഷുറൻസ് ദുബായ്, ബ്രാഞ്ച് മാനേജർ ഓഫ് നിരവത് ജൂബിലി ചിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. പിന്നെ ഇപ്പോഴുള്ള അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ജൈട്രൈഡ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കാലിക്കറ്റ്. ഇനി സാറിന്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ JCIയുടെ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പാസ്റ്റ് പ്രസിഡന്റ് ആണ്. ഞാനും പണ്ട് JCIയിൽ ഉണ്ടായിരുന്നു. കുറെ കാലം ട്രെയിനറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിയേരി ചാപ്റ്ററിലെയാണ്. പിന്നെ ലൈഫ് മെമ്പർ ഓഫ് നളന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ലൈഫ് മെമ്പർ ഓഫ് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ലൈഫ് മെമ്പർ ഓഫ് സത്യാനന്ദ യോഗ റിസർച്ച് സെന്റർ കാലിക്കറ്റ്, പാസ്റ്റ് പ്രസിഡന്റ് ഓഫ് റോട്ടറി കാലിക്കറ്റ് സ്മാർട്ട് സിറ്റി. ഇനി എന്ത് വേണം അല്ലേ? സാറിന്റെ അച്ചീവ്മെന്റിനെ പറ്റി പറയുവാണെങ്കിൽ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ഫ്രം കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ 1998, 4 promotions in Reliance Life Insurance in a year, ഒരു 2007. പിന്നെ 2 top producer award from ACA Life Insurance Dubai, അത് 2011 and 2012 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മാസ്റ്റർ ട്രെയിനർ സർട്ടിഫിക്കറ്റ് ഫ്രം ക്യാപിറ്റൽ മാനേജ്മെന്റ് LLC അബുദാബി ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ സർട്ടിഫിക്കറ്റ് ഫ്രം മെറ്റാ മൈൻഡ്സ് എറണാകുളം. സാറ് ഏതൊക്കെ ലെവലിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഓരോ അവാർഡ് വാങ്ങിയിട്ടേ പിന്തിരിഞ്ഞിട്ടുള്ളൂ. ഇനി മെയിൻ ട്രെയിനിങ് ടോപ്പിക്സ് പ്രൊഫഷണൽ എക്സലൻസ്, നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് സാറിന്റെ. ഇനിയും ഉണ്ട് ഒരു പേജും കൂടെ. അപ്പോൾ ഇത്രയും വളരെ എന്താ പറയാ വൈദഗ്ധ്യമുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായ അജിത് കുമാർ സാറിന് എപ്പോഴും സാറ് ഒരുപാട് പേരെ സഹായിക്കാനും ഒരു മെന്ററിങ് നടത്താൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ബർത്ത്ഡേയോ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട സാർ അപ്പൊ തന്നെ എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ചൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് നമ്മുടെ പ്രൊഫൈലിലേക്കൊക്കെ ഇട്ടു തരും. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സ്നേഹത്തോടെ ആദരവോടെ ഹാപ്പിനെസ് ഹബിന്റെ ഇന്നത്തെ വേദിയിലേക്ക് അജിത് കുമാർ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, ദ ഫോറം ഇസ് യുവേഴ്സ്, പ്ലീസ്. Thank you, Girija Madam, for the nice introduction. Audible ആണെന്ന് വിചാരിക്കുന്നു. Yes, audible. Yes. ഇന്ന് നാം ഒരു ചെറിയ ഡിഫറെന്റ് പ്രോഡക്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. യു ആർ റൈറ്റ് ടു ബി റിച്ച്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താണ് നാം റൈറ്റ് ടു ബി റിച്ച്, അതായത് ധനികൻ ആവാൻ നിങ്ങൾക്കൊരു അവകാശമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ധനികനാവാനുള്ള അവകാശം എന്നിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ധനികനാവാൻ അല്ലെങ്കിൽ ധനികയാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? നല്ല സമ്പത്തിൻ്റെ ഉടമയാവാൻ എല്ലാവർക്കും. ഒരു രാജകീയ ജീവിതം ആഗ്രഹിക്കാത്ത ആരുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള ആൾക്കാരെ നാം കാണുന്നത് എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഏറ്റവും ദുരിത അവസ്ഥയിൽ, ദാരിദ്ര്യാവസ്ഥയിൽ, ഒന്നിനും തികയാത്ത, ചികിത്സിക്കാൻ പണമില്ല, പഠിക്കാൻ സമയമില്ല, പണമില്ല, അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കുടിൽ കെട്ടാൻ പോലും പറ്റാത്ത ആൾക്കാർ, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഇതൊക്കെ ഉണ്ട്. അതേസമയത്ത് മറുപുറം
നമുക്ക് ലക്ഷറിയസ് ലൈഫ് നടത്തുന്ന ആൾക്കാർ ഇല്ലേ, ബെൻസിലും അങ്ങനെ തന്നെ വലിയ വലിയ കാറുകളൊക്കെ ഉപയോഗിച്ച് നല്ല നല്ല വീടുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യഥേഷ്ടം പണം എന്ന് മാത്രം പറയാൻ പറ്റില്ല, ആവശ്യത്തിലധികം പണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. എത്ര കിട്ടിയാലും കോടിക്കണക്കിന് തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ധനം സമ്പാദിച്ചു കൂട്ടിയ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇവർക്ക് ഇങ്ങനെ വരാനും നമ്മൾ ഇങ്ങനെ ആവാനും? ചില ആൾക്കാരെ നമുക്ക് നോക്കിയാൽ കാണാം, തീരെ അവർക്ക് ഒരു രീതിയിലും പണക്കാരനുമല്ല ദരിദ്രാവസ്ഥയിലും അല്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. വളരെ അതായത് ഒപ്പിച്ചു പോവുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. വളരെ ബുദ്ധിമുട്ടി ലോണുകൾ എടുത്തും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതം തള്ളി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ എന്താണ് പണം നമ്മളിൽ നിൽക്കാത്തത്? ചിലപ്പോൾ ഒരു ലോട്ടറി കിട്ടിയാൽ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 1-2 വർഷം കഴിഞ്ഞാൽ പിന്നെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് പോകുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര കിട്ടിയാലും തികയാത്ത ആൾക്കാർ. ഇപ്പം ഒരു 50,000 സാലറി ഉള്ള ഒരാളാണെങ്കിൽ ഒരു 10 ലക്ഷം അയാൾക്ക് ഒരു മാസം കിട്ടിക്കോട്ടെ, അടുത്ത മാസം അയാൾക്ക് ദാരിദ്ര്യാവസ്ഥയായിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എത്രയാണ് പണം വേണ്ടത്, നിങ്ങൾക്ക് പണക്കാരനാവണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാർ പറയും, അയ്യോ എനിക്ക് ഉള്ളതൊക്കെ മതി, ഇറ്റ്സ് ഇനഫ്, എനിക്ക് ഇതുകൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോയാൽ മതിയേ എന്ന് പറയും. ചില ആൾക്കാർ പറയും, എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് ജീവിക്കാനുള്ള പണം മാത്രം കിട്ടിയാൽ മതി എന്ന്. അത് ശരിക്കും ഒരു സെൽഫിഷ്നെസ് അല്ലേ? എന്താ വെച്ചാൽ അവർ പറയുന്നത് എനിക്ക് നന്നായിട്ട് ജീവിക്കണം, അല്ലാതെ മറ്റുള്ളവരൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്യാനൊന്നും റെഡിയല്ല. എനിക്ക് ഭക്ഷണം കഴിക്കാനും എൻ്റെ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളുമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള പണം എനിക്ക് വേണം. ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ട് നീങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ തരത്തിലുള്ള ആൾക്കാരും എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. യു ഹാവ് എ ഫണ്ടമെന്റൽ റൈറ്റ് ടു ബി റിച്ച്. ധനികനാവുക എന്നത് നമ്മുടെ മൗലിക അവകാശമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനും സന്തോഷവാനായും സ്വാതന്ത്ര്യമുള്ളവനും തിളക്കമാർന്ന വ്യക്തിത്വമുള്ളവനുമായി കഴിയുവാനാണ് നമ്മൾ ഇവിടെയുള്ളത്. അതിനാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. യു ആർ ഹിയർ ടു ഗ്രോ, എക്സ്പാൻഡ് ആൻഡ് അൺഫോൾഡ് സ്പിരിച്വലി, മെൻ്റലി ആൻഡ് മെറ്റീരിയലി. പിന്നെ എന്തിനാ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്? എന്തിനാ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾക്ക് ചുറ്റും ഐശ്വര്യവും സൗന്ദര്യവും ഉണ്ടാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ജീവിക്കേണ്ടത് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പണം വേണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ സമൃദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ ബോധ മനസ്സും ഉപബോധ മനസ്സും എന്താണെന്നൊക്കെ നമ്മൾ പലതവണ നമ്മൾ ഈ ഹാപ്പിനെസ് ഹബിൽ കൂടെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ബ്ലൂ വെൽ ട്രെയിനിങ് സെൻറ്ററിലും മൈൻഡ് പ്ലസിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി പണം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആ പണം എന്തിനാണെന്ന് നമ്മൾ ഉപബോധ മനസ്സിനോട് പറയണം. നിങ്ങൾ എത്ര എനിക്ക് പണം വേണമെന്നോ, ലോട്ടറി എടുത്തിട്ടോ, എത്ര ശമ്പളമുള്ള ജോലി ചെയ്തിട്ടോ, എന്ത് ബിസിനസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് പണം എന്തിനാണെന്ന് നിങ്ങൾ പറയാത്തിടത്തോളം കാലം, ഉപബോധ മനസ്സിന് അത് അറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പണം ഉണ്ടാവില്ല. നിങ്ങളെ കയ്യിൽ നിൽക്കില്ല പണം. ഒരു ഉദാഹരണം പറയാം. ഒരു 7th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മേ അല്ല അച്ഛാ എനിക്ക് 20,000 രൂപ വേണം എന്ന് പറയാണ്. സ്കൂൾ വിട്ട് വന്നിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കൊടുക്കുമോ? എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നു, അതെനിക്കറിയില്ല, എനിക്ക് 20,000 വേണം, എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞതാണ് 20,000 കൊടുക്കാമെന്ന് പറയാം. നിങ്ങൾ കൊടുക്കില്ല പണം ഇല്ലേ? ആരെങ്കിലും കൊടുക്കുക, എന്നാൽ ശരി എന്നാൽ 20,000 കൊണ്ട് കൊടുക്കുമെന്ന് പറയില്ലല്ലോ. അപ്പോൾ എന്തിനാണെന്ന് വ്യക്തമായി അറിഞ്ഞാലേ കൊടുക്കുള്ളൂ. ഇനി ആ കുട്ടി വന്ന് പറയുന്ന രീതി ഒന്ന് മാറ്റി നോക്കാം നമുക്ക്. ആ കുട്ടി വന്ന് പറയുന്നത്, അമ്മേ എനിക്ക് 20,000 രൂപ വേണം, അല്ല അച്ഛാ എനിക്ക് 20,000 രൂപ വേണം. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഈ വർഷം മുഴുവൻ അടയ്ക്കേണ്ട പണം 50,000 രൂപയല്ലേ ഫീസ് അടയ്ക്കേണ്ടത്. എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 20,000 രൂപ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഹോൾ ഇയർ ഫീസ് ഇനി അടയ്ക്കേണ്ട. ഒരു ഓഫറാണ്. ഈ ആഴ്ച 20,000 അടയ്ക്കുന്നവർക്ക് എൻറ്റയർ ഫീസ് അടച്ചതായിട്ട് കൺസിഡർ ചെയ്യും.
പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ എനിക്ക് പങ്കെടുക്കാം. ഈവൻ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് 20,000 ഈ ആഴ്ച കൊടുത്താൽ ഈ ബെനിഫിറ്റ് ഒക്കെ എനിക്ക് കിട്ടുമെന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, എവിടുന്നെങ്കിലും പണം ഉണ്ടാക്കി ആ കുട്ടിക്ക് കൊടുക്കും. ആ സ്കൂൾ പൈസ അടയ്ക്കാനുള്ളത് കൊടുക്കും. എന്തുകൊണ്ടാണ് അത് വന്നത്? അപ്പോൾ ആ പണം എന്തിനാണെന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയോണ്ടാണ് ആ പണം കിട്ടിയത്. എവിടെ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പണം എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് വെറുതെ വേണമെന്ന് പറഞ്ഞാൽ ഒരു വായ്പ പോലും കിട്ടില്ല. അപ്പം അതുപോലെ നമ്മൾ ഉപബോധ മനസ്സിനോട് എനിക്ക് പണമാണ്, എനിക്ക് കോടീശ്വരനാവണം എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ കോടികൾ കിട്ടിയാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അത് ബോധിപ്പിച്ചിരിക്കണം. അത് ഇനി വഴിയെ നമ്മൾ ഓരോ ഭാഗങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാം. അപ്പം ഈ എങ്ങനെയാണത് ബോധിപ്പിക്കേണ്ടത്? എനിക്ക് പണം എന്തിനാണെന്നുള്ളത് ഒരു 10 കാര്യങ്ങൾ നിങ്ങളെ ബുക്കിൽ എഴുതി വെക്കുക. അത് എഴുതി വെച്ചാലേ കിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളെ മനസ്സിൽ എഴുതിയാൽ അതിങ്ങനെ മറന്നു പോകാനും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് എഴുതി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തിനാണ്? എനിക്ക് നല്ല കുടുംബം നന്നായിട്ട് എനിക്ക് നോക്കാൻ വേണ്ടി പണം വേണം, എനിക്കൊരു കാറ് വേണമെന്ന് എഴുതാം, എനിക്ക് നല്ലൊരു വീട് വേണമെന്ന് എഴുതാം, എനിക്ക് ഈ സമൂഹത്തിൽ കുറേ സൊസൈറ്റിയിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും എഴുതാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സെൽഫിഷ്നെസ് അല്ലാതെ കുറച്ച് കാര്യങ്ങൾ എഴുതാം, ചാരിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ എഴുതാം. എന്നാലേ അത് വേഗം കിട്ടുള്ളൂ. അപ്പോൾ അതെന്താണ് നമുക്ക് എഴുതേണ്ടത്? എനിക്ക് പുസ്തകം അല്ലെങ്കിൽ വാങ്ങാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ കഴിവില്ലാത്ത സ്കൂളിൽ പോകാതിരിക്കുന്ന കുട്ടികളെ എനിക്ക് സഹായിക്കണം, അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആൾക്കാരെ ഒരു നേരം അന്നം എനിക്ക് കൊടുക്കണം, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയണം, ചികിത്സ തേടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചികിത്സയ്ക്ക് എനിക്ക് പണം കൊടുക്കാൻ കഴിയണം, ഷെൽട്ടേഴ്സ്, ചോർന്നൊലിക്കുന്ന വീടാണെങ്കിൽ അതെനിക്ക് തീർത്തു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ എനിക്ക് പണം വേണം. അപ്പം ഞാൻ പറയാണ്, ഞാൻ കോടീശ്വരനായാൽ ഇതിൻ്റെ ഇത്ര ശതമാനം ഞാൻ ഇതിനു വേണ്ടിയാണ് ചെലവഴിക്കാമെന്ന് നിങ്ങൾ എഴുതി വെച്ചോ. പണം നിങ്ങളിലേക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും. ഇനി ഓരോ ഭാഗവും നിങ്ങൾ എങ്ങനെയാണ് അത് വരുന്നതെന്ന് നമുക്കറിയാം. ഇനി വഴിയെ നമുക്ക് മനസ്സിലാക്കാം. മനസ്സിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നിധി പേടകമാണ് ഉപബോധ മനസ്സ് എന്ന് കഴിഞ്ഞ ഭാഗത്ത് ജോസഫ് മഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ഒരു റിവ്യൂയിലൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹാപ്പിനെസ് ഹബിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപബോധ മനസ്സ് എന്നാൽ നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് അളന്നെടുക്കാനാവാത്ത അനന്തമായ ഒരു നിധി നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നതാണ്. അപ്പം നമ്മൾ ഈ നിധി തേടി നടക്കുകയാണ്. ശരിക്കും കസ്തൂരിമാൻ അതിൻ്റെ കസ്തൂരി തേടി കാട് മുഴുവൻ അലയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിനെ ഈ നിധി നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു 10 ലക്ഷം രൂപ വേണമെങ്കിൽ ബാങ്കിൽ അത് നമ്മുടെ ഉപബോധ മനസ്സിന് അത് തരാൻ കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിന് തരാൻ പറ്റും. അത് കണ്ടെത്താൻ നിങ്ങളുടെ മനക്കണ്ണ് തുറന്നാൽ മതിയാവുന്ന പറയാ. എന്താണ്? മനസ്സിൻ്റെ കണ്ണ് തുറക്കണം. പലർക്കും അറിയാൻ പാടില്ലാത്തത് എൻ്റെ മനക്കണ്ണ് എങ്ങനെ തുറക്കുമെന്നതാണ്. അത് പഠിക്കണം. ഉപബോധ മനസ്സിനെക്കുറിച്ചും ഉപബോധ മനസ്സിനെക്കുറിച്ചും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും വീഡിയോ കാണുകയും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രാക്ടിക്കൽ സൈഡ് പലർക്കും അറിയാതെ പോകുന്നതാണ് അവർ ധനികൻ അല്ലെങ്കിൽ ധനിക ആവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം. സമ്പത്ത് എന്ന് പറയുന്നത് ശരിക്കും വെറും പണം മാത്രമല്ല. നമുക്ക് ശരിക്കും പണം നമ്മുടെ സമ്പത്താണ്. അതുപോലെ തന്നെ കുടുംബം, എൻ്റെ ആരോഗ്യം, അതുപോലെ ഭൗതിക വസ്തുക്കൾ, കാറ്, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മളെ നല്ല സൊസൈറ്റി, നല്ല അയൽക്കാർ, ഇതൊക്കെ നമ്മുടെ സമ്പത്തിൽ നമുക്ക് പെടുത്താം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ നിധിയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഏത്? സബ് കോൺഷ്യസ് മൈൻഡ് ആവുന്ന ഈ നിധിയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കാൻ പറ്റണമെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ, അതിൽ ഉപബോധ മനസ്സിൽ നമുക്ക് എത്തി അതിനോട് ആവശ്യപ്പെടാനും അവിടുന്ന് യഥേഷ്ടം എടുക്കാനുമുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആ കഴിവിനെ നമ്മൾ ഇങ്ങനെ പറയാം, കാന്തിക ശക്തിയുള്ള ഒരു ഇരുമ്പ് ദണ്ടിനെ അതിനെ 12 മടങ്ങ് ശക്തിയുള്ള ഒരു ഇരുമ്പിനെ പൊക്കാൻ കഴിയും എന്നാ പറയാം. പക്ഷെ എന്നാലോ ആ കാന്തിക ശക്തി ഇരുമ്പ് ദണ്ടിൽ നിന്ന് മുക്തമായാൽ അതിനെ ഒരു തൂവൽ പോലും പൊക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സാമ്പത്തിക അവസ്ഥയിലേക്ക്, ഒരു സമ്പന്നതയുടെ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ആ കഴിവ് നമ്മൾ ആർജിച്ചെടുത്തില്ലെങ്കിൽ നമുക്കൊന്നും പൊക്കാൻ കഴിയില്ല. ഈ കാന്തിക ശക്തി നഷ്ടപ്പെട്ട തൂവൽ പോലെയായിരിക്കുന്ന പറയാം. ഇനി എന്താണ് പണം എന്ന് ചോദിച്ചാൽ നമുക്കൊരു മണി ഈസ് എ സിമ്പിൾ ഓഫ് എക്സ്ചേഞ്ച്. നമുക്ക് എല്ലാവർക്കും അറിയാം, when your blood is circulating freely in your body, you are healthy. നിങ്ങളുടെ
ധനം എന്ന് പറയുന്നത് ഒരു പ്രതീകമാണെന്ന് പറഞ്ഞു അല്ലേ. കൈമാറ്റം ചെയ്യപ്പെടാവുന്ന ഒരു ചിഹ്നം മാത്രമാണ് ധനം എന്നാണ് പറയാം. ഒരു രാഷ്ട്രം സമ്പന്നമാണെന്ന് പറയാൻ എന്താണ് നമ്മൾ പറയാ? പണത്തിന്റെ കാര്യത്തിലാണ്. ഒരാൾ പണക്കാരനാണെന്ന് പറയുമ്പോൾ അതിൻ്റെയും സിമ്പൽ പണമാണ്. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ സ്വതന്ത്രമായി ചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ധനം, ജീവിതത്തിൽ ധനം സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ആരോഗ്യമുള്ളവനാണ് എന്ന് പറയാം. വെൻ മണി ഈസ് സർക്കുലേറ്റിംഗ് ഫ്രീലി ഇൻ യുവർ ലൈഫ് യു ആർ ഇക്കണോമിക്കലി ഹെൽത്തി. നമ്മൾ അതുപോലെ തന്നെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മണി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ചില ആളുകൾ പണം പൂഴ്ത്തി വെക്കുന്നതൊക്കെ നമുക്ക് കാണാം. എവിടെയും പെട്ടിയിലൊക്കെ അടച്ചു വെക്കുക, ആരും കാണാതെ സൂക്ഷിക്കുക, ആരും കാണുന്നതൊക്കെ ഭയത്തോടു കൂടി കാണുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഭയത്തോടു കൂടി ജീവിക്കുന്നവരെ കാണാം. അവർ സാമ്പത്തികമായി രോഗിയായി തീരും എന്നുള്ളത് നമുക്ക് ആലോചിക്കണം. ആ രോഗിയായി തീരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പണം സ്വതന്ത്രമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. സ്വന്തം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും പണം കൈകാര്യം ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ആൾക്കാർ സാമ്പത്തികമായി രോഗികളായി തീരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഉള്ള പണം തികയുന്നില്ല. അപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഒരു സാധനം എടുത്തു നോക്കും, പക്ഷേ അതിൻ്റെ വില കണ്ടിട്ട് അവിടെ തന്നെ വെച്ചേക്കും. അപ്പോൾ അയാൾ സാമ്പത്തികമായിട്ട് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അവസാനിക്കുക. അതിനാണ് പറയുന്നത് സാമ്പത്തികമായി നമ്മൾ രോഗികളായി തീരുകയാണ്. ഒരു കാര്യം ചെയ്യാൻ വീട്ടിലൊന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അതിന് ആവശ്യമായ പണം നമ്മളിലില്ല. അപ്പോൾ നമ്മൾ പുരാതന കാലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പണം കൈമാറ്റം തുടങ്ങുന്നതിന് മുമ്പ് ബാർട്ടർ സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. നമുക്കറിയാം അല്ലേ. ഒരു പശുവിനെ കൊടുത്താൽ 4 ആടിനെ വാങ്ങാം, അല്ലെങ്കിൽ ഒരു ചക്കയോ മാങ്ങയോ കൊടുത്താൽ കുറച്ച് അരി വാങ്ങാം. ഇത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് മിക്കവാറും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു 4 ആടിനെ പിടിച്ച് മാർക്കറ്റിൽ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പം നമ്മൾ അതിനേക്കാളൊക്കെ എത്രയോ സൗകര്യമാണ് ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ചെക്കോ അല്ലെങ്കിൽ ATM കാർഡോ പണോ എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ അതാണ് ഈ സിമ്പിൾ ഓഫ് മണി ഈസ് എ സിമ്പിൾ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇനി നമ്മൾ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഹൗ ടു വോക്ക് ദ റോയൽ റോഡ് ടു റിച്ചസ്. നമ്മൾ രാജകീയ പാതയിലൂടെ സഞ്ചരിക്കണം, എന്നാൽ മാത്രമേ നമ്മളിലേക്ക് പണം ഒഴുകുള്ളൂ. ഒരിക്കൽ നിങ്ങൾ ഉപബോധ മനസ്സിന്റെ ശക്തികളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും സമ്പത്തിന്റെ രാജപാതയുടെ പടം നിങ്ങൾക്ക് പിടിച്ചെടുക്കാനാവുന്ന അകലത്തിൽ വരും എന്നാണ് പറയാം. മനസ്സിന്റെ തത്വങ്ങളെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആർക്കും, അതായത് പ്രിൻസിപ്പിൾസ്, സാമ്പത്തികമായ പ്രതിസന്ധി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അസ്ഥിരത അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം, എന്തെങ്കിലും തരത്തിലുള്ള ചില സമയത്ത് നമുക്ക് സാമ്പത്തിക മാന്ദ്യം വരുന്നില്ലേ, ആ സമയത്തൊന്നും ഇത്തരക്കാരെ എഫക്റ്റ് ചെയ്യില്ല. അവരെ തന്നെ എന്തെങ്കിലും യുദ്ധങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പണപ്പെരുപ്പം ഉണ്ടാവുകയാണെങ്കിൽ, ഈ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും പണക്കുറവ് അനുഭവപ്പെടാൻ നമുക്ക് പാടില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ആ റോയൽ റോഡ് ടു റിച്ചസ് നമ്മൾ അതിലൂടെ നടന്നിരിക്കണം. അതിന് കാരണം അയാൾ സമ്പത്തിന്റെ ആശയത്തെ അയാളുടെ ഉപബോധ മനസ്സിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ്. അതായത് സമ്പത്തിന്റെ ആശയത്തെ ഉപബോധ മനസ്സിലേക്ക് അയക്കണം എന്നാ പറയാം. എങ്ങനെ ആശയം അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എവിടെ ഇരുന്നാലും പണം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അയാൾ റോയൽ റോഡ്സ് ടു റിച്ചസ്. ഈ സമ്പത്തിന്റെ ആശയം അയാളുടെ ഉപബോധ മനസ്സിലേക്ക് അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ആശയം ഉപബോധ മനസ്സിന് കൊടുക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ആശയം എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതത്തിലൂടെ പണം എല്ലായ്പ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടത്. സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയൊക്കെ അറിയാവുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കുവാനും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശരിയും തെറ്റും അറിയില്ല അല്ലെങ്കിൽ വിവേചന ബുദ്ധിയില്ല എന്ന് പറയും പോലെ തന്നെ നിങ്ങൾ പറയുന്ന ആശയം അതേപടി അത് സ്വീകരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഉപബോധ മനസ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും അതൊന്നുകൂടി അതെന്താണെന്ന്, അതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് ചെറിയ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഇതിൽ ഉപബോധ മനസ്സിനെ പറ്റി അറിയാത്ത പുതിയ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും നേരത്തെ ഉപബോധ മനസ്സിനെ പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ഈ money is forever following in my life
എന്ന് പറയുക. അതാണ് ശരിക്കും നമ്മൾ ആ പറയേണ്ട മെസ്സേജ്. അങ്ങനെ ദർ ഈസ് ഓൾവേസ് എ വണ്ടർഫുൾ സർപ്ലസ് അവൈലബിൾ ടു മീ. എനിക്കെപ്പോഴും ആ എന്നിലേക്ക് ധനം പ്രവഹിച്ചു കൊണ്ടിരിക്കും. എനിക്ക് ആവശ്യമുള്ള പണമൊക്കെ എപ്പോഴും സർപ്ലസായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പറയുക. ഐ ഡിസേർവ് എ ബിഗ്ഗർ ഇൻകം ദാൻ ഐ ഹാവ് എന്ന് പറയുക. എനിക്ക് അർഹതപ്പെട്ടത് പണം എന്നിലേക്ക് എപ്പോഴും ഉണ്ടാവും, ഞാനതിന് അർഹതയുള്ള ആളാണെന്നുള്ള രീതിയിൽ സംസാരിക്കുക. ഇനി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതെങ്ങനെയാണ് ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അതൊരിക്കലും ഉറങ്ങുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ രക്തചംക്രമണവും നമ്മുടെ ഡൈജഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ആക്സെപ്റ്റ് വാട്ട് യു റിപ്പീറ്റഡ് ഫ്രീക്വൻ്റ്ലി. നിങ്ങൾ എന്താണോ സ്ഥിരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രത്യേകത. അടുത്തത് ആക്സെപ്റ്റ് യുവർ തോട്ട്സ്. നിങ്ങൾ എന്ത് മനസ്സിൽ പറയുന്നു, കോൺഷ്യസ് മൈൻഡിൽ ചെയ്യുന്നു ഉള്ളതല്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നോട്ട് ആക്സെപ്റ്റ് ദി വേർഡ് നോട്ട്. ഇപ്പം നമ്മൾ എന്ത് സാധാരണ പറയുന്ന സമയത്ത് പിന്നെ എൻ്റെ കഷ്ടപ്പാടുകൾ തീർത്ത് തരണമെന്ന് പറയുമ്പോൾ കഷ്ടപ്പാട് വരിക ചെയ്യുക. ആനയെ ഓർക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആനയെ ഓർക്കല്ലേ ചെയ്യുക. അതേമാതിരി നോട്ട് ആക്സെപ്റ്റ് ദി വേൾഡ് നോട്ട് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് യുവർ ഫീലിങ്സ്. നിങ്ങൾ എന്താണോ വൈബ്രേഷൻ, നിങ്ങൾ റിച്ച്നെസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീലിങ്ങിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്, എന്നാലേ റിച്ച്നെസ് വരുള്ളൂ. ഡസൻ നോ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. അതിന് ശരിയും തെറ്റും എന്താണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഒന്നാമത്തത്. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മിറാക്കിൾ വിൽ ഹാപ്പൻ ടു യു ടു വെൻ യു ബിഗിൻ യൂസിങ് ദി മാജിക് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ മാജിക് പവർ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വണ്ടേഴ്സ് സംഭവിക്കുന്നതാണ് പറയുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഒരാളോട് നമ്മൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അയാൾക്ക് നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാവും. അതുപോലെ നമ്മളെപ്പോഴും പറയാം ഐ ട്രസ്റ്റ് മൈ സബ് കോൺഷ്യസ് മൈൻഡ് 100% എന്നായിരിക്കും. എനിക്ക് 100% എൻ്റെ ഉപബോധ മനസ്സിനെ വിശ്വാസമാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്നത് വേഗം കേൾക്കും, നമ്മളോടൊരു ഇഷ്ടം അതിനുണ്ടാവും. ഇറ്റ് റിസീവ് മൈ തോട്ട്സ്, ഡിസയേഴ്സ് ആൻഡ് പ്രേയേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ ലൈഫ്. അതെൻ്റെ പ്രാർത്ഥനകളും ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം അത് ആക്സെപ്റ്റ് ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു എന്ന് പറയാം. ഇത് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ചാലും, എന്ത് ആഗ്രഹിച്ചാലും, എന്ത് പ്രാർത്ഥിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഇത് പറയണം. അപ്പോൾ എൻ്റെ ഉപബോധ മനസ്സിനെ എനിക്ക് 100% വിശ്വാസമാണ്, അതെൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അത് ആക്സെപ്റ്റ് ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു എന്ന് പറയാം. മാൻ ഈസ് വാട്ട് ഹി തിങ്സ് ഓൾ ഡേ ലോങ്. റാഫ് വാൽഡോ എമേഴ്സൺ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ എന്താണ് ഒരു ദിവസം മുഴുവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് അയാൾ എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ കുറേ പ്രാക്ടിക്കൽ ടെക്നിക്ക് ഉണ്ട്. ഇത് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാതലായ വശം മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് ഈ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറേ പ്രാക്ടിക്കൽ ടെക്നിക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പാസിംഗ് ഓവർ ടെക്നിക്കാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെ ഒഴിവായി പോകുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് പാസിങ് അവേ നൗ. ഇത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ കടന്നു പോകുന്നു എന്നുള്ള രീതിയിൽ പറയാം. ബ്ലൂ പ്രിന്റ് ടെക്നിക്ക്. നിങ്ങളൊരു വീടുണ്ടാക്കുമ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കില്ല, അതുപോലെ നമ്മളെ ലക്ഷ്യങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അത് നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും. ആർട്ട് ഓഫ് ട്രൂ പ്രെയർ. ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുക. നെഗറ്റീവ് വേർഡൊന്നും ഉപയോഗിക്കാതെ പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കുക. ആർട്ട് ഓഫ് ട്രൂ പ്രെയർ എന്നുള്ള ഒരു ടോപ്പിക് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പറയുന്ന സമയത്ത് നമ്മൾ പ്രപഞ്ചശക്തിയോ അല്ലെങ്കിൽ ദൈവത്തിനെയോ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടുത്തെ അനുഗ്രഹത്താൽ തുടങ്ങുക. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ സറണ്ടറിങ് അവിടെ വരും. എനിക്ക് ഇപ്പോൾ സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞാൻ അനുദിനം സമ്പന്നനായിക്കൊണ്ടിരിക്കുന്നു, താങ്ക് യു. അവിടുത്തെ അനുഗ്രഹത്താൽ ഞാൻ അനുദിനം സമ്പന്നതയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, താങ്ക് യു. ആരോഗ്യമാണെങ്കിൽ അവിടുത്തെ അനുഗ്രഹത്താൽ ഞാൻ ശാരീരികമായി അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളതെല്ലാം പറയാം. അങ്ങനെ പറയുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫലം കിട്ടുക. പിന്നെ വിഷ്വലൈസേഷൻ ടെക്നിക്ക്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, വലിയ വീടാണോ കാറാണോ ഇതൊക്കെ വേണ്ടത്, അതിൻ്റെ പിക്ചറൈസ് ചെയ്യുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് കാണാം. മെൻ്റൽ മൂവി ടെക്നിക്ക് ഉണ്ട്. നമ്മൾ മെൻ്റൽ മൂവി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു മൂവി കാണും പോലെ മനസ്സിൽ കാണാം. ഇപ്പോൾ ഒരു വിവാഹം നടക്കുന്നത് ഞാൻ ഇപ്പോൾ വീടാണെങ്കിൽ ആ വീടിന് മുറ്റത്ത് പന്തലിടുന്നത്, അല്ലെങ്കിൽ ഹാളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്, കുറേ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ആ ഫങ്ഷൻ എല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു മെൻ്റൽ മൂവി ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ഒരു മെൻ്റൽ മൂവി ക്രിയേറ്റ് ചെയ്യുക, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക.
ദി ബൊഡോയിൻ ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഇത് പ്രപഞ്ചകൽപ്പനയാൽ തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇതെല്ലാം പ്രപഞ്ചശക്തി നമുക്കറിയാം. പ്രപഞ്ചം എന്ത് പറഞ്ഞാലും അതിൻ്റെ ബൊഡോയിൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അത് പ്രപഞ്ചകൽപ്പനയാൽ തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ചെറിയ വാക്കിലാണ് അത് പറയേണ്ടത്. ഇപ്പോൾ ആ വാക്കിൽ പറയുന്നത് എനിക്കൊരു മകളുടെ വിവാഹമാണ് നടക്കുന്നത്, എൻ്റെ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറയാം. പക്ഷേ അത് ഒരിക്കലെങ്കിലും അതിൻ്റെ ഒരു മെൻ്റൽ മൂവി ഉണ്ടായിരിക്കണം. ഒരാളെ നമ്മൾ പെണ്ണ് കാണൽ നടക്കുന്നു, അവിടെ നിന്ന് നല്ല ഒരു അലയൻസ് വരുന്നു, അപ്പോൾ അത് നന്നായിട്ട് അത് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നു, അത് കല്യാണം നടക്കുന്നു, ആ കല്യാണം എങ്ങനെ നടക്കുന്നു, ഇതൊക്കെ ഒരു മൂവി പോലെ ഉണ്ടാക്കുക. എന്തൊക്കെ ഒരു കല്യാണം നടക്കുമ്പോൾ സമയത്ത് നമ്മൾ ഉണ്ടാവുക, അതൊക്കെ ഒരു മൂവി പോലെ കാണുക. എന്നിട്ട് ഒരു പ്രാവശ്യം കണ്ടാൽ മതി. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ മകളുടെ വിവാഹം ഭംഗിയായി നടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് നടക്കേണ്ടതെന്ന് സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ. ഇത് പ്രപഞ്ചകൽപ്പനയാൽ തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചകൽപ്പന ആർക്കും മാറ്റാൻ പറ്റില്ല. ആ ഒരു കോൺസെപ്റ്റിൽ അത് നടപ്പിൽ വരുത്തും. സബ് കോൺഷ്യസ് മൈൻഡിന് ശരിയും തെറ്റും അറിഞ്ഞുകൂടാന്ന് നമ്മൾ നേരത്തെ കേട്ടില്ലേ. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണോ അത് ആക്സെപ്റ്റ് ചെയ്യും, നടപ്പിൽ വരുത്തുകയും ചെയ്യും. സ്ലീപ്പിംഗ് ടെക്നിക്ക്. രാത്രി കിടക്കുന്ന സമയത്ത് എഫർമേഷൻ പറഞ്ഞിട്ട് കിടക്കുക, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ആ എഫർമേഷൻ പറയുക. ആ ടെക്നിക്കാണ് സ്ലീപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. താങ്ക് യു ഗിവിംഗ് ടെക്നിക്ക്. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി പറയാം. നല്ല കണ്ണ് കിട്ടിയത് കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് പറയാം. നല്ല കാലുകളുള്ളത് എനിക്ക് നടക്കാൻ പറ്റുന്നു എന്ന് പറയാം. എന്തും ഏത് ഭൗതിക വസ്തുക്കളായാലും നമ്മുടെ ശരീരത്തിലുള്ളതായാലും നല്ല മക്കളെ തന്നതിന് നന്ദിയും, നല്ല ഭാര്യയെ തന്നതിനും, നല്ല ഭർത്താവിനെ തന്നതിനും, നല്ല ജോലി കിട്ടിയതിനൊക്കെ നമുക്ക് കിട്ടിയ എല്ലാ ബ്ലെസ്സിങ്സിനും നന്ദി പറയുന്ന ഒരു ടെക്നിക്കാണിത്. ഇനി നമ്മളത് പറയുന്ന സമയത്ത് വൈ യു ഡു നോട്ട് ഹാവ് മോർ മണി, എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പണമില്ലാത്തത് നമുക്ക് നോക്കാം. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് എനിക്കുള്ളതിനേക്കാൾ വലിയ വരുമാനം ഞാൻ അർഹിക്കുന്നു എന്നാണ്. പക്ഷെ 90% ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ വാസ്തവത്തിൽ കൂടുതൽ കിട്ടാൻ അർഹതയുള്ളവരാണ്. വാസ്തവത്തിൽ അവർക്കത് കിട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് അറിയോ? അവർ പലപ്പോഴും പണത്തെ ബഹുമാനിക്കുന്നില്ല എന്ന കാരണം കൊണ്ടാണ്. ആഗ്രഹം ഉണ്ടാവും. 90% ആൾക്കാരും ഞാൻ പലരും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾ പറയുന്നത് കേൾക്കാം, ഞാൻ ഇത്ര ലക്ഷ്യം നേടും, എനിക്ക് അതിന് പറ്റുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവരെന്തെങ്കിലും ചിന്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാവും. അവർ പലപ്പോഴും പണത്തെ ബഹുമാനിക്കുന്നില്ല എന്ന കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. ഇപ്പം 2 സെൻറ്റൻസ് ഇവിടെ പറയുന്നുണ്ട്. ഐ ഡിസേർവ് എ ബിഗ്ഗർ ഇൻകം ദാൻ ഐ ഹാവ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. പക്ഷേ ലവ് ഓഫ് മണി ഈസ് റൂട്ട് ഓഫ് ഓൾ ഈവിൾസ്. പണത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊണ്ടാണ് എല്ലാ പാപങ്ങൾക്കും കാരണം എന്ന് നമ്മൾ പറയും. അവർ നിശബ്ദമായി പണത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്. മറ്റുള്ളവർ പണം സമ്പാദിച്ചത് തെറ്റായ രീതിയിലാണെന്നൊക്കെ പലപ്പോഴും പറയും. അവർ പലിശ വാങ്ങിക്കൊണ്ടാണ് ജീവിച്ചത്, അല്ലെങ്കിൽ അവർ കൊള്ള പലിശ എടുത്തിട്ടാണ് അവർ നന്നായത്, ബ്ലേഡിന് കൊടുക്കുന്ന ആൾക്കാരൊക്കെ പറയും. പലപ്പോഴും ചിന്തിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു എന്നുള്ളത് ഈ രീതിയിലായിരിക്കും. പണം എന്നിൽ നിന്ന് ആരെങ്കിലും അപഹരിക്കുമോ എന്ന ചിന്ത ചിലപ്പോൾ ഉണ്ടാവും. ഒരു പണം കയ്യിലുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മതി, അതിനെ അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതാരെങ്കിലും എടുത്തുകൊണ്ട് പോവോ, ഇവിടെ ആരെങ്കിലും ഒരു വിസിറ്റേഴ്സ് വന്നാൽ ആ പണം നല്ലോണം ലോക്ക് ചെയ്ത് വെക്കുക, അപ്പോൾ അയാൾ എടുത്താലോ, അയാൾ പോയതിനു ശേഷം എടുത്തു വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവർക്ക് പണം വരികയില്ല, സമ്പാദിക്കാനും ചെയ്യില്ല. അപ്പം എനിക്ക് അധികമൊന്നും പണം വേണ്ട എന്നുള്ളൊരു ചിന്ത. ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, എനിക്ക് നമ്മൾ അധികമൊന്നും പണം വേണ്ട, എനിക്ക് ജീവിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ പണത്തോടുള്ള മോഹം എല്ലാ പാപങ്ങളുടെ അടിസ്ഥാന ചിന്തയാണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറയുന്ന സമയത്താണ് അവരിൽ നിന്ന് പണം അകന്നു പോവുക ചെയ്യാം. പലപ്പോഴും നമുക്ക് കേൾക്കാനും പറ്റും അത്. നമ്മൾ മറ്റേ ആൾ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എന്തിനാ വീണ്ടും ഉണ്ടാക്കുന്നത്, അനേക തലമുറകൾ ജീവിക്കാനുള്ള പണമുണ്ട്, എന്നിട്ടും എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ ബാക്കിയുള്ളവരെ വീണ്ടും പറ്റിച്ചുകൊണ്ടല്ലേ ഈ പണം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പണത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടുക ചെയ്യുക. അയാൾ പണം ഉണ്ടാക്കുന്നതിനെ നമ്മൾ ആദരിക്കുകയാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ. ഇനി മണി ആൻഡ് ബാലൻസ്ഡ് ലൈഫ് എന്താണെന്ന് നോക്കാം. ബൈ ലേണിംഗ് ദി ലോ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് യു കുഡ് ഹാവ് $1 million ഓർ many millions if you wanted them and still have peace of mind, harmony, perfect health and perfect expressions. സമ്പത്ത് മാത്രം ഉണ്ടായിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുക. ഇല്ലെങ്കിൽ പണം ഒരു ഭാഗത്ത് തോന്നും, മറ്റുള്ള നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നമ്മളെ സൗഭാഗ്യങ്ങളൊക്കെ വേറൊരു തരത്തിൽ പൊന്തിക്കിടക്കും. അപ്പം നിങ്ങളുടെ ഹൃദയത്തെ മുഴുവനായി പണം
എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരികയും ആഗ്രഹിക്കുന്നത് എല്ലാം പണമാണെന്നും ഞാൻ പണം സമ്പാദിക്കുന്നതിന് എൻ്റെ സർവ്വശ്രദ്ധയും കൊടുക്കാൻ പോവുകയാണെന്നും പറയാം. ഞാനൊരു വലിയ ഭാഗ്യം നേടാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ നാം എന്ത് വിലയാണ് കൊടുക്കേണ്ടത് എന്നുകൂടി ഓർക്കണം. ഒരു ഭാഗത്ത് പണം എന്ന ചിന്ത മാത്രം വരുന്ന സമയത്ത് പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യം മാത്രമാണെങ്കിൽ ഒരു തെറ്റായ അവസരത്തെ നാം തിരഞ്ഞെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനൊരു ബാലൻസിങ് ഉണ്ടായിരിക്കണം. ബാലൻസിൽ എങ്ങനെയാ ചെയ്യുക? ഒരു ഭാഗത്ത് പണം വരുന്ന സമയത്ത് നമുക്ക് മറ്റേ തട്ടിൽ മനസ്സമാധാനം വേണം, സന്തോഷം വേണം, ആനന്ദം വേണം, പൂർണ്ണ ആരോഗ്യം വേണം. അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടി വിശക്കുന്നവരെന്ന് വേണേൽ പറയാം. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് നാം പണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം, ഇവരെ തൃപ്തിപ്പെടുത്തുകയും വേണം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാം പണത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അവസാനം പ്രായമാകുമ്പോൾ മനസ്സമാധാനവും നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, ബന്ധങ്ങൾ നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നാം പോകും. പല പണക്കാരെയും നമുക്ക് കാണാൻ പറ്റും. പല ക്രിട്ടിക്കൽ ഇൽനെസ്സൊക്കെ വന്നിട്ടായിരിക്കും അവർ, അതായത് സ്ട്രോക്ക്, പാരാലിസിസ്, കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, സ്ട്രോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് മരണപ്പെടാൻ കാരണം അവർ മണി ബാലൻസിങ് ഇല്ലാത്തതുകൊണ്ടാണ്. മണി ഒരു ഭാഗത്ത് കുന്നുകൂടുന്ന സമയത്ത് ഇതിനും കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ആനന്ദപൂർണമായ ജീവിതമായിരിക്കണം, ആരോഗ്യം നല്ലതായിരിക്കണം, വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്തണം. വിശക്കുക എന്ന് പറഞ്ഞാൽ വയറിൻ്റെ വിശപ്പ് മാത്രമല്ല, അയാൾക്ക് ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ നടത്താൻ പറ്റുന്നവർക്ക് അത് കൊടുക്കാൻ പറ്റണം. നമ്മളൊരു കമ്മ്യൂണിറ്റി സർവീസ്, ഞാൻ നേരത്തെ ഗിരിജ മാഡം എൻ്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ പറഞ്ഞു, കുറേ ഓർഗനൈസേഷൻ, നളന്ദ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഞാൻ മെമ്പറായിരിക്കുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. റോട്ടറിയിൽ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജോയിൻ ചെയ്തത്. അങ്ങനെ ഓരോ ഓർഗനൈസേഷനിലും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാർക്ക് ഷെൽട്ടർ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ലൈഫ് ബാലൻസിങ് വരണം. പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇസ് എ മെൻ്റൽ ഇൽനെസ് എന്നാണ് പറയുക. ദർ ഇസ് നോ വെർച്യു ഇൻ പോവർട്ടി, ഇറ്റ് ഈസ് ആൻ ഇൽനെസ് ലൈക്ക് എനി അതർ മെൻ്റൽ ഇൽനെസ്. മറ്റുള്ള മനോരോഗം പോലെ തന്നെ ഒരു ദാരിദ്ര്യാവസ്ഥമാണ് നമ്മളെ പണമില്ലാത്ത അവസ്ഥയും. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു നന്മയില്ലാത്ത ഒരവസ്ഥയാണെന്ന് പറയാം. ഒരു മാനസിക രോഗം പോലും തന്നെ ദാരിദ്ര്യവും ഒരു രോഗമാണ്. നിങ്ങൾ ശാരീരികമായ ഒരു രോഗിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ തകരാറുണ്ടെന്ന് നമ്മളെപ്പോഴും പറയില്ലേ? അതുപോലെ ഒരു ചികിത്സ തേടുകയും അതിനെ സുഖപ്പെടുത്തുന്നതിനെ നമ്മൾ ശ്രമിക്കുകയും ചെയ്യില്ലേ? ഒരു മാനസിക അസുഖം ഉണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണിച്ച് എന്താ വേണ്ടത് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായ ആവശ്യമുള്ള ധനം ഒഴുകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് മൗലികമായി എന്തോ ഒരു തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തോ ഒരു തകരാറുണ്ടാകും. ഒരു മാനസിക അസുഖം പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തിൻ്റെ അസുഖമുണ്ടെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ തത്വം അഥവാ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏറ്റവും പ്രബലമായ ആശയം വളർച്ചയാണ്. അതെല്ലാം അതിന് ഗ്രോത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് പൊസിഷനിലാണോ അതിനിങ്ങനെ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കണം. ജീവിതം സമൃദ്ധമാക്കുക. നിങ്ങൾ ഒരു കുടിലിൽ കഴിയാനോ അല്ലെങ്കിൽ കയറി പറഞ്ഞ തുണി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാനോ അല്ലെ വിശന്ന് ജീവിക്കാനോ ഒന്നുള്ള വ്യക്തിയല്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയാം. മറിച്ച് സന്തോഷവാനും വിജയും അഭിവൃദ്ധിപ്പെടുന്നവനുമായിട്ട് നമ്മൾ മാറണം. യു മസ്റ്റ് നെവർ ക്രിട്ടിസൈസ് മണി. ഒരിക്കലും പണത്തെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. എന്തിനെ നമ്മൾ നിന്ദിച്ച് പറയുന്നോ അത് നമ്മളെ ആകർഷിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് നോക്കുക. എപ്പോഴും പണത്തെ റെസ്പെക്ട് ചെയ്യുക. പണത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഭാഗത്തിലാണ് നമ്മളെ വാലറ്റിലൊക്കെ പണം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വെക്കുക. എവിടെയും വലിച്ച് കാട്ടിയിടരുത്. പലപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ വാലറ്റൊക്കെ നോക്കിയാൽ പണം ചുരുട്ടിയിട്ടതും മുഷിഞ്ഞതും ഒക്കെ നമുക്ക് കാണാം. അതിനെ ശ്രദ്ധിക്കുന്നില്ല. എവിടെയെങ്കിലും ഐഡിയലായിട്ട് ഇടുന്നതൊക്കെ കാണാം. അതിനെ ബഹുമാനിക്കുന്നില്ല. ആ കിട്ടിയ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം കിട്ടുന്ന വഴിയിൽ ഞാൻ അധ്വാനിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് ഇത്ര കിട്ടി, അതിന് താങ്ക്സ് പറയുന്നില്ല. ശമ്പളം വാങ്ങി ഇത് തികഞ്ഞില്ല എന്നാണ് പലപ്പോഴും പറയുക. ഇത് എനിക്ക് കിട്ടിയാൽ തികയില്ല, എനിക്ക് ലോൺ അടയ്ക്കാൻ കൂടി തികയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കേസ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ കിട്ടിയത് എത്രയായാലും അതിനെ നമ്മൾ അഭിനന്ദിക്കണം, അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം, അതിനെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ വേണം. ഏത് രീതിയിലാണെങ്കിലും ഒരാൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ആ സഹായം
ഒരു പുണ്യമായിട്ട് കരുതുക, ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതുക. ഒരു ലോൺ കിട്ടിയാൽ പോലും അതിനെ ബ്ലെസ്സിങ് ആയിരുന്നു. ഈ ലോണ് കൊള്ള പലിശയുള്ള ലോൺ എടുത്തു, ഇതിപ്പോൾ ഇനി അടച്ചു തീർക്കണ്ടേ എന്നുള്ള ആ കേസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണത്തെ ബഹുമാനിക്കുന്നില്ല. നിങ്ങളൊരു 10 ലക്ഷം ലോൺ എടുത്തിട്ട് നിങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ പണത്തിന് നോട്ടീസ് വരുന്ന സമയത്ത് ബാങ്കിനെ കേസ് ചെയ്യും, അവർക്കെതിരെ കേസ് കൊടുക്കും, ഇതൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊരു പണം പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ പണത്തെ ഒക്കെ റെസ്പെക്ട് ചെയ്യുക എപ്പോഴും. അന്ന് അയാൾ തന്നതുകൊണ്ട് ബ്ലേഡിന് വാങ്ങിയ പണമായാൽ പോലും എൻ്റെ ഒരു ആവശ്യം നടക്കാൻ അയാൾ തന്നല്ലോ, താങ്ക് യു എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുള്ളൂ. Getting the right attitude towards money. Here is a simple technique you may use to multiply money in your experience. നിങ്ങൾ പണം ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെ സ്നേഹിക്കുന്നതിന് ബുദ്ധിപരമായും അല്ലെങ്കിൽ സൃഷ്ടിപരമായും ന്യായമായും അതിനെ ഉപയോഗിക്കുന്നു, ജീവിതത്തിൽ തുടർച്ചയായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഞാനതിനെ സന്തോഷത്തോടെ മോചിപ്പിക്കുന്നു എന്ന് പറയാം. അത്ഭുതകരമായ രീതിയിൽ അനേകം മടങ്ങ് ഇരട്ടിയായി എന്നിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയാം. ഇതൊക്കെ വളരെ നല്ലതാണ്. പണത്തിൻ്റെ സമൃദ്ധിയായി എന്നിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ എൻ്റെ മനസ്സമാധാനത്തിനും സമ്പത്തിനും നന്ദിയുള്ളവനാണെന്നൊക്കെ പറയാം. ഐ ലൈക്ക് മണി, ഐ ലവ് ഇറ്റ്, ഐ യൂസ് ഇറ്റ് വൈസ്ലി, മണി ഈസ് കോൺസ്റ്റൻ്റ്ലി സർക്കുലേറ്റിംഗ് ഇൻ മൈ ലൈഫ്. ഇതെപ്പോഴും പറയേണ്ടതാണ്. എന്നിലേക്ക് പണം എപ്പോഴും എന്നിലേക്ക് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. മണി ഫ്ലോസ് ടു മീ അബണ്ടൻസ്. ഇത് വളരെ അബണ്ടൻറ്റ്, സമൃദ്ധമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ വാക്കുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് സ്ലീപ്പിംഗ് ടെക്നിക്കിലൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആ ഉപയോഗിക്കുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങില്ല നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഹൗ ടു അട്രാക്ട് മണി യു നീഡ്. നമുക്ക് ആവശ്യമുള്ള പണം എങ്ങനെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹാവിങ് ക്ലിയർലി സീൻ ദി എൻഡ് യു ഹാവ് വിൽ ദി മീൻ ടു റിയലൈസേഷൻ ഓഫ് ദി എൻഡ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണോ ഒരു കഥ പോലെ വിഷ്വലൈസ് ചെയ്യാം. ഒരു ചെറിയ കഥ പറയാം. സമയം 7:45 നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കഥയോട് പറയാം. ഒരു ചെറിയൊരു പയ്യൻ, ഒരു 20 വയസ്സുള്ള, അവൻ്റെ വീടിൻ്റെ അവസ്ഥ നമുക്ക് ശരിക്കും പരിതാപകരമായിരുന്നു. അച്ഛൻ കൂലിക്ക് വേല ചെയ്തിട്ടായിരുന്നു പണം ഉണ്ടാക്കുന്നത്. അമ്മയ്ക്ക് അസുഖമാണ്. കുട്ടികളെ അനിയത്തി പഠിക്കുകയാണ്. ഇവൻ നമ്മളൊരു പ്രഭാഷണം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കേൾക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവന് ലക്ഷറി വീട് വേണം, 1 കോടിയുടെ വീട് വേണം, എനിക്ക് ധനികനാവണം, സമ്പത്ത് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവന് ശരിക്കും ശമ്പളം ഒരു 10,000 രൂപ ശമ്പളമുള്ള ഒരു സെയിൽസ്മാൻ ആയിരുന്നു. ഒരു കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു ജോലി. അപ്പോൾ ഇവൻ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ 1 കോടിയുടെ വീട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലും ഓഫീസിലൊക്കെ സ്ഥാപിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ കളിയാക്കി. 10,000 രൂപ ശമ്പളമുള്ള നീയാണോ ഈ 1 കോടിയുടെ വീട് എടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷേ അവൻ അതിൽ ഉറച്ചു നിന്നു. അപ്പം കുറേ കഴിഞ്ഞ സമയത്ത് അവന് പിന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയാണ്. ആ മാറ്റങ്ങൾ ഇങ്ങനെയാണ് വന്നു തുടങ്ങിയത്. ഒരു ദിവസം ഒരു ധനികനായ ഒരാൾ അവിടെ ഈ കരകൗശല വസ്തുക്കൾ വാങ്ങുന്ന ഒരു ഷാൻലിയർ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് അവൻ അതിന് നല്ല സർവീസ് ചെയ്ത് കൊടുക്കുകയും അയാൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തുക. സാർ അത് ഫിറ്റ് ചെയ്തോ, വീട്ടിൽ ഫിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണേൽ വിളിക്കണം, ഞാൻ ആരെങ്കിലും അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ഒക്കെ നടത്തിയപ്പം ആ ധനികനായ ആൾക്ക് ഇയാൾ വളരെ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ കുറേ മാസങ്ങൾ കഴിഞ്ഞു പോയി. അയാൾ ഒരു വലിയ പണക്കാരനായിരുന്നു, കോടീശ്വരനായിരുന്നു, ഒരുപാട് വലിയ ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ ആ ബിസിനസ്സിൽ ഒരു നല്ല സെയിൽസ്മാനെ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ സെയിൽസ്മാനോട് അയാൾ ചോദിച്ചു, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ നീ തയ്യാറാണോ? നിനക്ക് അവിടെ 10,000 കിട്ടുന്നുള്ളൂ, ഞാൻ അതിൽ കൂടുതൽ തരാം, അതിനെ 3 ഇരട്ടി നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ബോസിനെ ഒഴിവാക്കി വരാൻ എനിക്ക് താല്പര്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടുത്തെ എൻ്റെ ബോസ് ഇത്രയും കാലം എനിക്ക് ചെയ്തു തന്നതിനൊന്നും എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ആ സമ്മതം വാങ്ങി. പിന്നീട് കഥ വലിയ കഥയാണ്, ചെറുതാക്കി പറയാണ്. അപ്പം ഈ ധനികനായുള്ള ബിസിനസ് ഔട്ട്ലെറ്റിൽ അയാൾ താമസാക്കി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാൾ അവിടെ വെച്ചിട്ട് നല്ല 6 ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ആ ധനികനായിട്ടുള്ള ആൾക്ക്. അപ്പം അവിടുന്ന് ആ ഒരു ഔട്ട്ലെറ്റിൽ അഭൂതപൂർവമായ വളർച്ച ഇയാൾ സെയിൽസ്മാനായി വന്നതിന് ശേഷം. അപ്പം ഈ ധനികനായിട്ടുള്ള ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു ഔട്ട്ലെറ്റ് നോക്കിയാൽ പോരാ, നിങ്ങൾ എൻ്റെ ഏരിയ സെയിൽസ് മാനേജറായിട്ട് നിന്നിട്ട് നിങ്ങൾ എല്ലാ ഔട്ട്ലെറ്റും നിങ്ങളെ ശ്രദ്ധയിലായിരിക്കണം എന്ന് പറഞ്ഞു. അയാൾക്ക് ശമ്പളം കൂട്ടി കൊടുത്തു. അങ്ങനെ അയാൾ എല്ലാ ഔട്ട്ലെറ്റും നോക്കിയിരുന്നു. പിന്നെയും മിറാക്കിളായിരുന്നു സംഭവിച്ചത്. അയാളുടെ ബിസിനസ് 10 മടങ്ങ് വർദ്ധിച്ചു.
അടുത്ത ഫൈനാൻഷ്യൽ ഇയർ. അപ്പം ഇയാളോട് ചോദിച്ചു, എനിക്ക് നല്ല പണമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നല്ല ബുദ്ധിശക്തിയും നല്ല കഴിവുണ്ട്, അപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അടുത്ത് അതിന് മതിയായ പണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ കോൺട്രിബ്യൂഷൻ നിൻ്റെ കഴിവാണ്, ഞാൻ എൻ്റെ പണവും, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, അതുകൊണ്ട് നമുക്ക് രണ്ടാളും കൂടി പാർട്ട്നേഴ്സായിട്ട് ഈ ബിസിനസ് റൺ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ പാർട്ട്ണറായി മാറുന്നു. ഒരു ദിവസം ഒരു ബിസിനസ് ടൂർ നടക്കുന്ന സമയത്ത് അയാൾ യാത്രാമധ്യേ പറയുന്നു, എൻ്റെ ഒരു വീട് ഇവിടെ അടുത്താണെന്ന്. ആ വീട് ഇവിടെ അടുത്താണെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ഓണർ പറയുന്നു, നിങ്ങൾക്ക് എന്നാലും വീട് കാണാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ വീട് ഒരു ചെറ്റക്കുള്ളിലാണ്, അച്ഛനും അമ്മയ്ക്കൊന്നും വയ്യ, അവിടുത്തെ ഭക്ഷണമൊക്കെ സാധാരണഗതിയിൽ ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളൂ, എന്തോ പിന്നെ ഈ കപ്പയും മീനും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക, അപ്പോൾ സാറിനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഈ ജങ്ക് ഫുഡൊക്കെ മടുത്തു, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ നാടൻ ഫുഡാണ് ഇഷ്ടം, എന്തായാലും അത് പ്രിപ്പയർ ചെയ്യാൻ പറയും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വീട്ടിൽ പോകുമ്പോൾ ഈ പിക്ചർ കാണുന്നു, ഈ വലിയൊരു വീടിൻ്റെ പിക്ചർ കാണുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഇത് നിൻ്റെ അവിടെ സ്ഥാപനത്തിൽ വന്നപ്പോൾ അവിടെയും കണ്ടിരുന്നല്ലോ എന്ന് പറയാം. അപ്പോൾ അയാൾ കഥകൾ പറയാം, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത്, അപ്പം ഞാൻ ഒരു ലക്ഷറി വീടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയത്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിന് പണിയെടുത്തോളാം, ഇപ്പം എൻ്റെ ഇത്രയും വലിയ കമ്പനിയുടെ ഒരു പാർട്ട്ണർ നിങ്ങളല്ലേ, നിങ്ങൾക്കൊരു വീട് അതുപോലെ നിർമ്മിക്കാമല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ അയാൾ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ എന്നെ സ്വയം അധ്വാനിക്കാത്ത പണം ഞാൻ ഉപയോഗിച്ച് എൻ്റെ വീട് ഞാൻ നിർമ്മിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അയാളൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു, യു ക്യാൻ ടേക്ക് ലോൺ ഫ്രം ദർ, നിങ്ങൾക്ക് അവിടുന്ന് ലോൺ എടുത്തതിന് ശേഷം നിങ്ങൾ ആ വീട് നിർമ്മിച്ചോളൂ, എന്നിട്ട് എല്ലാ മാസവും ശമ്പളം കിട്ടും, നിങ്ങൾ അടച്ചു തീർത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അയാൾ വലിയൊരു കോടിയിൽ മേലെ വീടുള്ള ഒരു ലക്ഷറിയസ് വീട് അയാൾ പണിയുകയാണ്. അപ്പം നേരത്തെ കളിയാക്കിയവരൊക്കെ അയാൾ ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും അയാൾ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഗോൾ എന്താണോ അത് നിങ്ങളുടെ സ്വപ്നം എന്താണോ ഒരു കഥ പോലെ അത് വിഷ്വലൈസ് ചെയ്യാം. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് അത് നടന്നിരിക്കും. അപ്പോൾ പണം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യോ അത് മുഴുവൻ നിങ്ങൾ ചെയ്യുക. അതിനൊക്കെ ഉദാഹരണമാണ് നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന വിവാഹങ്ങളൊക്കെ. ഒരു 10,000 രൂപ ചോദിച്ചായിട്ട് എടുക്കാനില്ലാത്ത ഫാമിലിയിൽ അവരെ മകളെ കല്യാണത്തിന് നല്ല പന്തൽ വരും, അവിടെ ഒരുപാട് ആളെ ക്ഷണിക്കും, നല്ല ഓർണമെൻറ്റ്സ് കൊടുക്കും, അതുപോലെ തന്നെ ഡ്രസ്സുകൾ വാങ്ങിക്കും, അവിടെ പിന്നെ പല സൽക്കാരങ്ങൾ നടത്തും, എല്ലാം അവിടെ നടത്തും. ഇത് എവിടെ നിന്ന് നടത്തിയെന്ന് ചോദിച്ചാൽ അയാൾക്കറിയില്ല. അവർ ആ മകളുടെ വിവാഹം ഒരു കഥ പോലെ പണ്ട് വിഷ്വലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അതുപോലെ നമുക്കും ഈ പണം നമ്മളിലേക്ക് വരണമെങ്കിൽ അതെന്തിനാണ്, എങ്ങനെ, ഞാൻ എന്ത് ചെയ്യും ഈ പണം കിട്ടിയാൽ എന്നുള്ളത് കറക്റ്റായിട്ട് 10 കാര്യങ്ങൾ എഴുതി അത് വിഷ്വലൈസ് ചെയ്യാം. ആ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് അത് ആകർഷിക്കപ്പെടും. പിന്നെ ഇതിൽ ഒബ്സ്റ്റാക്കിളൊക്കെ വരാം, സമ്പത്തിൻ്റെ മാർഗങ്ങളും തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിലരെ പറഞ്ഞു കേൾക്കാറുണ്ട്, അവർ പണം ഉണ്ടാക്കിയത്, കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിച്ചത് മറ്റുള്ളവരെ കബളിപ്പിച്ചാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. പണത്തിനോടുള്ള നിഷേധാത്മകമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. ഇപ്പം ചില ആൾക്കാരും പറയും, ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയും, സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ചതിന് അയാൾ 500 രൂപ വാങ്ങി, അയാൾക്ക് വലിയ പണിയുണ്ടാവും ചെയ്യും. പക്ഷേ അയാൾ 10-15 വർഷം നേടിയെടുത്ത ആ കഴിവിൻ്റെ ഫലമാണ് അയാൾ വാങ്ങിക്കുന്നത്, അതിൻ്റെ കോസ്റ്റാണ് അയാൾ വാങ്ങുന്നതെന്ന് അറിയില്ല. പക്ഷെ അതിനെ നിന്ദിക്കേണ്ട, അത് എന്നെ ആ രോഗം ഐഡൻറ്റിഫൈ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്ന, എനിക്ക് അതിന്മേൽ 10 മടങ്ങ് എനിക്ക് അതിൻ്റെ ഫലം കിട്ടിയെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെയാണ് പറയുക. അപ്പോൾ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കടം വാങ്ങും, അയാളുടെ അടുത്ത് കിട്ടുന്നവരെ എന്തെല്ലാം സ്വാധീനങ്ങൾ ചെലുത്തും അതൊക്കെ ചെലുത്തി വാങ്ങും. വാങ്ങിക്കഴിഞ്ഞാൽ അയാൾ നശിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ടാണ് പലിശ കൊണ്ട് കൊടുക്കുക. കോൺട്രാക്ടർ അങ്ങനെയാണ്, അയാൾക്ക് ഇത്രയ്ക്ക് ചെയ്താൽ മതി, ഇത്രയും ഇതിന് ചിലവ് വരും, പക്ഷേ എത്ര ഹ്യൂജ് എമൗണ്ട് അതിൻ്റെ അടുത്ത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒബ്സ്റ്റാക്കിൾസ് ഓൺ ദി പാത്ത് വേ ടു റിച്ചസ് അങ്ങനെയാണ് വരുന്നത്. നമ്മൾ എന്തിനേയും നമ്മൾ കേസ് ചെയ്യാൻ പറ്റില്ല. ഏത് രൂപത്തിൽ വേണേ ഉണ്ടായിക്കോട്ടെ, അതിൽ പണം ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ബഹുമാനിക്കുക, കിട്ടുന്നതിനെയൊക്കെ ബഹുമാനിക്കുക. നമ്മളിൽ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് കാണാൻ. 100 രൂപ കിട്ടിയാൽ പോലും 1 രൂപ കിട്ടിയാൽ പോലും അതിനെ ബ്ലെസ്സിങ്സോട് കൂടി കാണാൻ കഴിയാം. ഇത്രയും ചെയ്യുന്ന സമയത്താണ് നമ്മളിലേക്ക് പണം വരിക. യുവർ കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് മണി എന്താണെന്ന് നോക്കാം. സമൃദ്ധിയുടെ മനോഭാവം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കുക. വിജയം സന്തോഷമുള്ളവനും ധനവാനുമായിരിക്കുക എൻ്റെ അവകാശമാണെന്ന് പറയുക. ധനം എന്നിലേക്ക് ധാരാളമായി അവസാനമില്ലാത്തതായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുക. ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധവാനാണെന്ന് പറയുക. ഞാൻ എൻ്റെ കഴിവുകളെ സ്വതന്ത്രമാക്കി വിടുന്നു എന്ന് പറയുക. സമ്പത്തിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ അനുഗ്രഹം സിന്ധിച്ച ആളാണ് ഞാനെന്ന് പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു രാജാവിനെ പോലെ ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാജാവ് എങ്ങനെയാണ്, എല്ലാ സമൃദ്ധിയോടും കൂടിയാണ് അദ്ദേഹം ജീവിക്കുക. അപ്പം നമ്മൾ
പണത്തിനോടുകൂടി ജീവിക്കുന്ന സമയത്ത് നമ്മൾ ധനികനെ രാജാവിനെ പോലെ ജീവിക്കുന്നു അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ ജീവിക്കുന്നു നമ്മൾ പറഞ്ഞ് ശീലിക്കുക. അപ്പോഴെന്തായിരിക്കും നമ്മൾ എല്ലാ സമൃദ്ധിയോടും കൂടി പ്രജകളെ സേവിച്ച് എല്ലാ സുഖലോലുപങ്ങളും കഴിയുന്ന ഒരാളായി. അപ്പൊ ഇത്രയും വളരെ ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. ഇത് പറഞ്ഞാൽ തീരാത്തത്ര ഒരു കണ്ടന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഒരു ധനികൻ ആവുക അല്ലെങ്കിൽ താൻ സമ്പത്തിന്റെ അവസ്ഥയിലേക്ക് പോവുക എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. ഒരുപാട് പ്രാക്ടിക്കൽ ടിപ്സ് അല്ലേ? അപ്പൊ കൃത്യം 100 പേർക്കേ കയറാൻ പറ്റിയുള്ളൂ എന്നുള്ള ഒരു സങ്കടമുണ്ട്. ബാക്കിയുള്ളവര് കയറാൻ ശ്രമിച്ചിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ സർ. കുറെ പ്രാക്ടിക്കൽ ടിപ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം പണം വേണോ, ധനം വേണോ, സമ്പത്ത് വേണോ, ഏത് തരത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് വേണം, ഒരു പൂർണ്ണതയുടെ കാര്യത്തിലായിക്കോട്ടെ, അതിനുള്ള എല്ലാ ടിപ്സും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത്. അതിൽ ഒരുപാട് അത് പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ അത് അടുത്തറിഞ്ഞ കുറെ ആൾക്കാരൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അപ്പോൾ ആരാണ് ആദ്യം മുന്നോട്ട് വരുന്നത്? ഞാൻ പറയാം. പറയൂ ഡോക്ടർ മഞ്ജു. എക്സലന്റ് ടോക്ക് ആയിരുന്നു, വളരെ നന്നായി. എന്നുവെച്ചാൽ എങ്ങനെയാണെന്നുള്ള അത് ഈ പറഞ്ഞ പോലെ പ്രായോഗികമായിട്ട് എങ്ങനെയാ നടപ്പിൽ വരുത്തണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തത്. അതാണ് അതിന്റെ ഏറ്റവും ഭംഗിയായത്. വളരെ നന്നായിരുന്നു. ആ ടൈമിന്റെ അകത്ത് നിർത്തിയിട്ടുണ്ട്, എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തന്നു. എല്ലാവർക്കും ഗുണപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് അജിത് സാർ. താങ്ക് യു മഞ്ജുല മാം. സുധ ടീച്ചർ കൈയൊക്കെ പൊക്കിയിട്ടുണ്ട്. സുധ ടീച്ചറിനെ വിളിക്കാം. സുധ. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ എക്സലന്റ് സെഷൻ. ശരിക്കും മാം പറഞ്ഞതുപോലെ ഒരുപാട് പ്രാക്ടിക്കൽ ടിപ്സ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്കൊക്കെ എല്ലാം അറിയാമെങ്കിലും നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ഇതേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഒബ്സ്ട്രക്ഷൻസ് വരുന്ന പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യും. ഇപ്പം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് അതിന്റെ കോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പം പറഞ്ഞോ ചിലപ്പം മനസ്സിലെങ്കിലും ഓർക്കും, ഓ ഇത്രയൊക്കെ കോസ്റ്റ് ഉണ്ടായിരുന്നോ. പക്ഷെ നമുക്ക് അവിടെ കണ്ട് ആ റിച്ചസ് നമ്മൾ അനുഭവിച്ച കാര്യം നമ്മൾ വിട്ടുപോകും. ഇതൊക്കെ നമ്മൾക്ക് വളരെ പ്രാക്ടിക്കൽ ടിപ്പായിരുന്നു. നമ്മൾ സാധാരണ മനുഷ്യര് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ട്രിക്സ് എന്ന് തന്നെയല്ലേ പറയണ്ടേ, മാജിക്, അത് അറിയാതെ നമ്മൾ ഇതൊക്കെ നമ്മൾ പറയും ഡെയിലി ലൈഫിൽ. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആ രണ്ടുപേരും ഉണ്ട് അല്ലേ? താങ്ക് യു. ബേബി സാറേ പറയൂ. അജിത് കുമാർ സാറേ, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ആ കാര്യം പറയുമ്പോൾ അതിന് ഒരു ആധികാരികതയുണ്ട്. അപ്പൊ തീർച്ചയായും വളരെ അധികാരത്തോടെയല്ല പറഞ്ഞ, ആധികാരികതയോടെ പറഞ്ഞ് സാറിനെ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് 2 കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ബസ്സിൽ കയറുമ്പോൾ കണ്ടക്ടർ ചെയ്യുന്ന നല്ലൊരു കണ്ടക്ടർ ചെയ്യുന്ന കാര്യം, അയാളുടെ ഈ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാളെ ഓർഡറിൽ അടുക്കി വെക്കാം. അത് തന്നെ അറിഞ്ഞു അറിയാതെ ക്ലാസ് കൂടിയോണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾക്ക് അറിഞ്ഞു അറിയാതെ ഒരു പ്രോസ്പെരിറ്റി കോൺഷ്യസ്നെസ് ഉണ്ട്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പണം എന്ന് പറഞ്ഞാൽ ചക്രമാണ്, അത് ഒഴുകാനുള്ളതാണ് അല്ലാതെ വെക്കാനുള്ളതാണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ ഈ വന്ന് നമ്മൾ പണത്തോട് പറയാവുന്ന ഒരു കാര്യം, ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നീ എന്നെ എത്രയൊക്കെ സഹായിച്ച് പോയിട്ട് തിരിച്ച് ബാക്കിയുള്ളവരെ സഹായിച്ച് എന്റെ അടുത്ത് തോന്നുക. അതായത് നല്ല പണം ഉണ്ടാകണമെങ്കിൽ ലക്ഷ്യവും നല്ലതായിരിക്കണം, മാർഗവും നല്ലതായിരിക്കണം. അതായത് ധാർമ്മികത ഇല്ലാത്ത കച്ചവടം നടത്തുന്ന പണം പൈസ വരും, പക്ഷെ അത് ഓട്ടു സഞ്ചിയിലൂടെ ചോർന്നു പോകും. അപ്പൊ തീർച്ചയായും പണം ഉണ്ടാക്കിയേ പോരാ, ആ ഉണ്ടാക്കുന്ന പണം എങ്ങനെ യൂസ് ചെയ്യുക, നമ്മളാരും ഉടമസ്ഥരല്ല, സൂക്ഷിപ്പുകാരാന്നുള്ള രീതിയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. നല്ല പ്രാക്ടിക്കൽ ടിപ്പ് കേട്ടാ. അപ്പൊ ഉമ്മ വെച്ച് സ്വീകരിക്കുക, അത് നമ്മളിലേക്ക് തിരിച്ചിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഗുഡ്, എക്സലന്റ് ടിപ്പ്, ഇഷ്ടായി. എന്തായാലും വേറൊരു കാര്യം കൂടി പറയാം, സമയപരിധി കൊണ്ട് മുഴുവൻ പറയാത്തോണ്ടാണ്. നമ്മള്
ചെലവഴിക്കുന്ന സമയത്ത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, 10 മടങ്ങായി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു അഫർമേഷൻ നമുക്ക് കൊടുക്കാം. സ്ഥിരമായിട്ട് പറയാം. ഹോട്ടലിൽ ഒരു ടിപ്പ് കൊടുക്കുന്ന സമയത്താണെങ്കിൽ അത് 10,000 മടങ്ങ് എന്നിലേക്ക് തിരിച്ചു വരുന്നു. ഒരു വായ്പ കൊടുക്കുന്ന സമയത്തും പറയാം, അയാളുടെ അടുത്ത് നിന്ന് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ട, അതിന്റെ 10,000 മടങ്ങ് എന്നിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ മതി, വേറെ വഴിക്ക് വന്നോളൂ. താങ്ക് യു സാറേ. കൊടുത്താൽ മതി സാറേ, കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി കൊടുക്കുക. ആശ മാഡം, ആശ തോമസ്. ഗുഡ് ഈവനിങ് അജിത് സാറെ. വളരെ മനോഹരമായ ഒരു സെഷൻ. നമുക്ക് അറിയാം സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അറിയാം. എങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെയും അറിഞ്ഞും ഒക്കെ നമ്മൾ ചിലവഴിക്കുന്ന സമയത്ത് അയ്യോ ഇത്രയും പൈസ ആയല്ലോ എന്നൊക്കെ അറിയാതെ മനസ്സിൽ വന്നു പോകും. അത് ഏതൊരു മനുഷ്യനും എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിലപ്പോ ഒരു വലിയ എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ എന്തെങ്കിലും ചെലവായി പോയാൽ അറിയാതെ മനസ്സിൽ നിന്ന് വന്നു പോകും. ഏതായാലും ഇതിനെല്ലാം ഒരു പോസിറ്റീവായിട്ട് എങ്ങനെ കാണണം, എത്ര അധികം പൈസ ചെലവാക്കിയാലും അതിലൊരു സന്തോഷം കണ്ടെത്തുകയും പൈസ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുള്ള ആ ലെസൺസ് ഒക്കെ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഞാനും ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ പൈസ ചെലവഴിക്കുമ്പോൾ മണി ബ്ലസ് ദ വേൾഡ് ആൻഡ് കം ബാക്ക് വിത്ത് മെനി ഫ്രണ്ട്സ് എന്നാണ് ഞാൻ പറയാറ്. എല്ലാ ഫ്രണ്ട്സിനെ കൂട്ടി വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ചു വരൂ എന്നാണ് ഞാൻ പറയാറ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ വളരെ ഉപകാരപ്രദമായ ഒരു സെഷൻ. താങ്ക് യു അജിത് സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, ദൂർത്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ പാടില്ല എന്നുകൂടിയുണ്ട്. അപ്പൊ പണത്തെ ബഹുമാനിക്കുന്നതിന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാം. അപ്പൊ ഒരു കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് സർ, ചിലരൊക്കെയും നമ്മളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് പണം വരുന്നു, ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അതല്ലെങ്കിൽ കുറച്ച് പണം സന്തോഷത്തോടെ കൊടുക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നമുക്ക് കൊടുക്കാൻ ബാധ്യതയുണ്ട്, പക്ഷെ അവരത് സ്വീകരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും അത് സ്വീകരിച്ചാൽ തന്നെ അതിന് വേറൊരു സാധനം മടക്കി തരുന്നു. അവർക്കൊട്ടും മറ്റുള്ളവരുടെ പണം ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സില്ല. അങ്ങനെയൊക്കെ വരുന്നത്, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലല്ലോ. അല്ല, എന്താ വെച്ചാൽ അത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് പണം തരേണ്ടത് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് തരേണ്ടത്. പലപ്പോഴും ഇവിടെ നാട്ടിൻ പുറത്തൊക്കെ എന്താ വെച്ചാൽ കുറിമാരിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഗിഫ്റ്റ് കൊടുത്താൽ അത് തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ, എൻ്റെ മകളുടെ കല്യാണത്തിന് തിരിച്ചു വരാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കുറേ പ്രാവശ്യം കുറേ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് കുറേ ഗിഫ്റ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും. അത് തെറ്റാണ്. അത് മണീന് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഒബ്സ്റ്റാക്കിളാണ്. ആഗ്രഹിക്കാതെ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുക, അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും വേണം അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ. ഓക്കെ സർ, താങ്ക് യു സർ. ജ്യോതി ഹരീന്ദ്രൻ. ജ്യോതി മാഡം പറയൂ. ആദ്യം തന്നെ താങ്ക് യു വെരി മച്ച്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. പല രീതിയിൽ സാർ പേഴ്സണൽ മെസ്സേജും അയച്ചു, ഗ്രൂപ്പുകളിലും ഇട്ടതിന്റെ വെളിച്ചത്തിൽ കയറി. എല്ലാം പ്രാക്ടിക്കൽ ടിപ്സ് ആണ്. അറിഞ്ഞോ അറിയാതെയോ കൊച്ചിലെ മുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഞാനൊരു 86-87 UK പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് ഷോപ്പിംഗ് മാളിൽ ചെന്ന് ആപ്പിളിന്റെ വില നോക്കും. 20 പൗണ്ട്സ് അല്ല 1 പൗണ്ട് എന്ന് എഴുതി 20 റുപ്പീസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വെച്ചിരുന്ന ആളായിരുന്നു. എന്നിട്ട് ഫാദറിനെ വിളിച്ച് പറയും, ഇവിടെ വന്നാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല, എല്ലാം ഇത്രയും കോസ്റ്റ്ലി ആണെന്ന് പറയാം. അപ്പൊ എന്റെ ഫാദർ പറയായിരുന്നു, അതിനെ രൂപയായി നീ മൾട്ടിപ്ലൈ ചെയ്യണോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അവിടുത്തെ കറൻസി അവിടുത്തെ തന്നെ രീതിയിൽ ഉപയോഗിച്ച് നോക്ക്, അപ്പൊ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് വരില്ല എന്ന് പറഞ്ഞു. ആ ചെറിയ പാഠം മനസ്സിൽ വെച്ച് വിഷ്വലൈസ് ചെയ്ത് ലൈഫില് വീട്, കാറ് എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കാണുമായിരുന്നു. അപ്പൊ അതേ സാക്ഷാത്കാരം പോലെ 2 നില വീട്, ഒരു കൊച്ചു കാറ്. അപ്പൊ അങ്ങനെ 2 നില വീട്, മാരുതി കാറായി. പിന്നെ സ്വന്തം വണ്ടി ഓടിക്കണതായിട്ട് രാത്രി മുഴുവൻ സ്വപ്നം കാണുമായിരുന്നു. ഗട്ടറി വീഴതൊക്കെ സ്വപ്നം കാണും. പക്ഷെ തന്നെ 30-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് സ്വന്തമായി ഇപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം പല രീതികളിൽ വിഷ്വലൈസേഷൻ അറിയാതെയാണ് പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ 1.5 വർഷമായി മൈൻഡ് പ്ലസിൽ കയറിയിട്ട്. അപ്പൊ മുതല് മനസ്സിലായി ചെയ്തിരുന്ന പ്രാക്ടീസ് ചെയ്തിരുന്ന സെഷൻസ് ഒക്കെ പ്രാക്ടിക്കൽ ആയിരുന്നു. സാർ അതിൽ ഒത്തിരി യൂസ്ഫുൾ ടിപ്സ് തരുമായിരുന്നു. അപ്പൊ ആ പ്രാക്ടിക്കൽ ടിപ്സ് ഈ പറഞ്ഞ പോലെ മണിയെ നന്ദിയോടെ കാണണം എന്നുള്ളത് ഈയിടെ ഒരു 5-6 മാസത്തിനുള്ളിലാണ് മനസ്സിലായത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പം നമ്മൾ അറിയാതെ തന്നെ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിലും ആ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിന്റെ സബ് കോൺഷ്യസിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ നന്മകൾ മനസ്സിലാവുന്നുണ്ട്, അതിന്റെ പ്ലസ് പോയിന്റ്സ് മനസ്സിലാവുന്നുണ്ട്.
വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷനാണ് സാറേ. ചെയ്തിരുന്ന വഴികളും പോയ വഴികളും ശരിയാണ് എന്നുള്ളൊരു ബോധം വന്നതും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ജ്യോതി മാഡം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാനേ ഒരു 10 മാസം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അയ്യോ, ഒരു 5 കറിവേപ്പിലേക്ക് $1.50. അയ്യോ എത്രയോ, 100 രൂപയുടെ അധികമാവും. അയ്യോ വേണ്ട, കറിവേപ്പില. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യാൻ നിൽക്കാതെ, കൺവേർട്ട് ചെയ്താ തനിക്ക് ഒന്നും വാങ്ങാൻ പറ്റൂല എന്ന്. പിന്നെ അത് കുറെ കഴിഞ്ഞപ്പോ ശീലായി കേട്ടോ. 1 മാസമൊക്കെ കഴിഞ്ഞപ്പം വരണ സ്ഥലത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ് വാസ്തവം. അതിനൊരു ഒരു ദരിദ്രാവസ്ഥയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചൂടെ എന്നുള്ള രീതിയിലേക്ക് വന്നാൽ അതിൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ ദ ഗുഡ് ടിപ്സ് കേട്ടോ ജ്യോതി മാഡം. നന്നായി. താങ്ക് യു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെന്താ വെച്ചാല് നമ്മളെ വില കുറഞ്ഞ സാധനത്തിന് വേണ്ടി പോകുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ട്. എന്നുവെച്ചാല് ഓഫർ കാണുന്ന സ്ഥലത്തൊക്കെ കയറുക. അതൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുക എന്താ വെച്ചാൽ ഇയാൾക്ക് മുഴുവൻ പണം കൊടുത്തു പോകാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഡിസ്കൗണ്ട് ഉള്ള സ്ഥലത്ത് കയറുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ കോഴ്സൊക്കെ പങ്കെടുക്കുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ കുറച്ചുകൂടി ഇതിൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞ ആൾക്കാരാണ് ഇതിൽ മിനിമം കൂടുതലുള്ളതുകൊണ്ടും അത് പറയാനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ടും അതിലുള്ള ഭാഗങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ. താങ്ക് യു ഫോർ ഓൾ ദി മണി ഐ ഹാവ് ബീൻ ഗിവൺ ത്രൂ ഔട്ട് മൈ ലൈഫ് എന്നുള്ള അഫർമേഷനൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ പണത്തെ ബഹുമാനിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ്. നമ്മൾ മഹാലക്ഷ്മി ആണെന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം അല്ലേ പണം. അപ്പം മഹാലക്ഷ്മി നിൽക്കുന്നത് താമരപ്പൂവിലാണ്. അപ്പം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് താമരപ്പൂ പോലെ പവിത്രമായെങ്കിൽ മാത്രമേ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുള്ളൂ എന്നുള്ളൊരു ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പം എന്താ വെച്ചാൽ അവിടെ ദേഷ്യം അല്ലെങ്കിൽ കുറേ ആങ്കർ, ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവണം. മെഡിറ്റേഷൻ ഇതിന് ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞു വരികയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്, പരിസരം, ഓഫീസ് ഒക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം. എന്നാലേ മഹാലക്ഷ്മി വരുള്ളൂ എന്നാണ് പറയാം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പണമുള്ള സ്ഥലത്തൊക്കെ ലക്ഷറിയസ് ആയിട്ടുള്ള വീട്ടിലൊക്കെ വലിയ മാളുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ ക്ലീൻലിനെസ് ആണ് ഏറ്റവും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലുലു മാൾ നോക്കിക്കോളൂ, ലുലു അബണ്ടൻസ് ഓഫ് മണി വിൽ കം ദർ. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ ഒരാളാണ്. അതുപോലെ നമ്മൾ ശരീരം ശുദ്ധിയായി വെക്കുക, അതുപോലെ തന്നെ ശരീരവും മനസ്സും ശുദ്ധിയായിട്ട് വെക്കുക, നമ്മൾ പരിസരം ശുചിത്വമുള്ളതാക്കി വെക്കുക. അപ്പം നമ്മളിലേക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു. ലളിത ടീച്ചർ പറയും. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ലളിത ടീച്ചർ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്നാ മാജി മാഡം പറഞ്ഞോളൂ, അപ്പോഴത്തേക്ക് ലളിത ടീച്ചർ റെഡി ആവട്ടെ. First of all, thank you so much. Audible ആണോ? Audible. Thank you so much, sir. ഈ ഒരു ടോപ്പിക് എടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. പിന്നെ ഞാനും ലോ ഓഫ് അട്രാക്ഷൻ കൂടിയിട്ടുണ്ട്. അന്ന് തൊട്ടാണ് ശരിക്കും ഈ സമ്പത്തിനെ കുറിച്ച് ഒരു ധാരണ എനിക്ക് ലഭിച്ചത് കേട്ടോ. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഓർക്കും എന്തിനീ അധികം സമ്പത്ത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. എങ്കിലും പണത്തിനോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. കുഞ്ഞുനാൾ പോലെ സമ്പാദിക്കണം, അത് കഷ്ടപ്പെട്ടിട്ട് തന്നെ അയാൾ നേടിയെടുക്കണം, നല്ലതെല്ലാം നേടിയെടുക്കണം എന്നൊരു ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു. അത് മിക്കവാറും എനിക്കോളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എനർജി നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ്. ആ ഒരു എനർജി ലെവൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെക്നിക്സ് ഒക്കെ, ഒത്തിരി പ്രാക്ടിക്കൽ ടെക്നിക്സ് സാറ് പറഞ്ഞു, ഞാനും അതിൽ ചിലതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണതാണ്. നമുക്ക് ആ വിചാരിക്കുന്ന ലെവൽ, ആ എഫർമേഷനിലൂടെ നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ സാധിക്കും, സമ്പത്തിനെ വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്ലെൻലിനെസ്സിനെ കുറിച്ച് പറഞ്ഞു. ശരിയാണ്, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്നാ പറയുന്നത്. അല്ല, വൃത്തി, ശുചിത്വം ഇതെല്ലാം പണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. എത്ര വന്നാലും വളരെ നല്ലൊരു ടോപ്പിക്, നന്നായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മജിദ, താങ്ക് യു. ഇനി ആർ കെ സാറ്, അദ്ദേഹം മുഴുവൻ പേരും പറഞ്ഞുകൊണ്ട് ഒന്ന്
പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങി. ഈസ് നമ്മുടെ പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ ഓഫ് അവർ റോട്ടറി ക്ലബ് ആ രാധാകൃഷ്ണൻ. സർ രാധാകൃഷ്ണൻ സർ പറയൂ. ഞാൻ വിചാരിച്ചു പിന്നെ പറയാം. Good evening all. Good evening, First of all, sir. it was an excellent session, Ajit sir. In fact, I had that opportunity to talk to him. ഞാൻ എന്റെ ഏറ്റവും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നിപ്പോ അദ്ദേഹവുമായിട്ട് വളരെ അടുത്താണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇപ്പൊ ഞാൻ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാന് പിന്നെ എന്താ പറയേണ്ടത്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് മാജ്മേം ഇപ്പൊ പറഞ്ഞു. അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കഴിവുകളെ കുറിച്ചിട്ടും നേരത്തെ അജി സാർ പറയണ്ടായി. ഈ കാര്യങ്ങള് അറിയാതെയാണ് എങ്കിൽ പോലും അതിലൂടെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ എന്നാണോ എനിക്ക് അജി സാറുമായിട്ട് ഇരിക്കാൻ ഞാൻ മാത്രമുള്ള ഒരു സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റോളം അദ്ദേഹം ഒരു സെഷൻ ഒരു മേശയ്ക്ക് ഇരുവശങ്ങളിലുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഐ ഓപ്പണർ എന്ന് പറയണോ അല്ല എന്റെ ഒരു ജീവിതത്തിൽ മാറ്റത്തിന്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയണോ എനിക്കറിയില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ അന്ന് മുതൽ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് കൊടുക്കേണ്ടതാണ്. അപ്പൊ കൊടുക്കാനുള്ള സംഗതികൾ എപ്പോ കയ്യിൽ പൈസ കിട്ടുമോ അതൊന്ന് കൊടുത്തു തീർത്തേ. അതിലൂടെ നിങ്ങൾക്ക് കൈവരുന്നത് മനസമാധാനം മാത്രമാണ്. നേരത്തെ അദ്ദേഹം പറയണ്ടായി പോകുന്നത് കൂടുതലായിട്ട് തിരിച്ചു വരുന്നത് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. പിന്നെ ചെറിയ ഈ നമ്മുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് പലർക്കും ഇപ്പോഴും ഉള്ള ഒരു സംഗതി ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ. അങ്ങനെയുള്ള ആ ഒരു ഇതാണ് പലർക്കും അച്ചീവ്മെന്റ്സിൽ നിന്ന് ഒരു പിറകോട്ട് പോകാനുള്ള ഒരു കാരണമായിട്ട് തരുന്നത്. എന്തായാലും വളരെ നല്ലൊരു സെഷൻ. ഞാൻ രാവിലെ യോഗയുടെ ക്ലാസ്സും സാറിന്റെ ക്ലാസ്സും ഒരുമിച്ച് വരുന്നത് കാരണം അതിൽ പലപ്പോഴും പങ്കെടുക്കാൻ വേണ്ടി പറ്റാറില്ല. അതെനിക്കൊരു വലിയൊരു നഷ്ടമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇനി മുതൽ അതിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സർ, വൺസ് അഗൈൻ താങ്ക് യു. ഓക്കെ, താങ്ക് യു രാജൻ സർ. എന്തായാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നതിൽ സന്തോഷം. താങ്ക് യു. താങ്ക് യു സർ. ഇനി ജോജി ജോസ്. ഹലോ സർ, കേൾക്കാവോ? കേൾക്കാം, പറയും. സാർ ഇന്നത്തെ ക്ലാസ്സിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി 6:59 ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളതായിട്ട് കാണുന്നത്. ഞാൻ സാധാരണ സാറിന്റെ ക്ലാസ്സുകൾ മൈൻഡ് പ്ലസിൽ കേൾക്കാറുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനൊരു സെക്ഷൻ കേൾക്കാൻ ഞാൻ സാറിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് ജോയിൻ ചെയ്യാൻ സമയം കിട്ടാറില്ല. ഇന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാന് എന്റെ മനസ്സിലൂടെ കുറച്ച് നാളുകളായി പോയിക്കൊണ്ടിരുന്ന കുറെ ചിന്തകൾക്കുള്ള ആൻസേഴ്സ് ആണ് എനിക്ക് ഇന്ന് കിട്ടിയത്. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു സാറേ. കാരണം പണത്തെ ഞാൻ എങ്ങനെയാണ് കണ്ടിരുന്നത്, അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഞാൻ നേരിട്ടത്, ഇതൊക്കെ എനിക്ക് വളരെ ക്ലിയർ ആയി. കാരണം ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് ഞാൻ കൂടിയെങ്കിലും ഞാൻ പ്രാക്ടീസ് ലെവലിൽ വളരെ പുറകെ പോയിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കുറെ കൂടി വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റി. വളരെ നന്ദിയുണ്ട് സാറേ. ഇങ്ങനെ ഒരു ക്ലാസ് അതും വളരെ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു കൃത്യ സമയത്ത് തന്നെ എനിക്കത് കാണാനും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് കൊണ്ടും ഇത്രയും കാര്യങ്ങളൊക്കെ, അതുപോലെ ആ ഷെയറിങ്സ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക് യു സാർ. ഓക്കെ, സമയമാകുമ്പോഴെല്ലാം നമ്മളെ ബ്ലെസ്സിങ്സ് ആണെന്നാ പറയാ. ജോജി സാറിന്റെ ഒരു സെറൻഡിപ്പിറ്റി ആണെന്ന് പറയാ, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം. അങ്ങനെ ആവട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. ഇനി പ്രസന്നലക്ഷ്മി ടീച്ചറുണ്ട്. ടീച്ചർ. നമസ്കാരം എല്ലാവർക്കും. അജിത് കുമാർ സാറിന്റെ ഈ ഒരു സെക്ഷൻ ഒരു വർഷം മുമ്പ് മൈൻഡ് പ്ലസിൽ എടുത്തിരുന്നു. അപ്പോ അതിന്റെ മുമ്പ് അതിന് ശേഷം എൻ്റെ മകളുടെ കല്യാണത്തിന്റെ മുമ്പ് അപ്പോൾ ഈ സെക്ഷനിൽ കൂടെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാം ഇങ്ങനെ അവളുടെ കയ്യില് കന്യാദാനം ചെയ്യണത്, പൈസയൊക്കെ നന്നായി ചെലവാക്കി കല്യാണം നന്നായിട്ട് നടത്തുന്നത്, പിന്നെ അങ്ങനെ എല്ലാതും കുറെ അവൾക്ക് കുഞ്ഞുണ്ടാവണത്, അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഈ സാറിന്റെ ഒരു ക്ലാസ് കൊണ്ട് മാത്രം. അതിനു മുമ്പ് ഭയങ്കരമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന കാലത്ത് ഇതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ എത്രമാത്രം അത് ഫലവത്താവും, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ എന്നുള്ളത് എപ്പോഴും എൻ്റെ മനസ്സിലൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ സ്വപ്നം കണ്ട പോലെ തന്നെ കാര്യങ്ങൾ നടന്നു വന്നപ്പോ
അത് സത്യമായിട്ട് അതൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. പിന്നെ സാറിന്റെ ഇന്നത്തെ സെക്ഷൻ കേട്ടപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഈ സെക്ഷൻ ശരിക്കും നമ്മൾ ഇടയ്ക്ക് കേട്ട് മറക്കും. അങ്ങനെ കേട്ട് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സെക്ഷൻ കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാനും മോളും കുഞ്ഞും കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, എന്തിനാ അധികം പൈസ, അവനാന് ജീവിക്കാൻ എന്താണ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫിന് എത്രമാത്രം പൈസ വേണം, അത് പോരെ എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിലേക്ക് എന്തിനങ്ങനെ ആർത്തി എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഇപ്പൊ മനസ്സിലായി, ഈ പൈസ വേണം എന്നുള്ളത് ആർത്തിയല്ല, അത് നമ്മുടെ റൈറ്റ് ആണ്. അപ്പോ 5 കാര്യങ്ങളില് പൈസ നമുക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ബാക്കി 10 കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വരട്ടെ എന്നുള്ളത് അത് ശരിക്കും ലോകത്തിന് കൂടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു ഇതാണ്. അതൊരു സ്വാർത്ഥതയല്ല. അപ്പൊ നിസ്വാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് നമ്മുടെ കയ്യിൽ പൈസ വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിലൊന്നും തെറ്റില്ല എന്നുള്ളതാണ് അജിത് കുമാർ സാർ ഇന്ന് ഒന്നും കൂടി പറഞ്ഞു തന്നത്. അപ്പൊ RK സാറ് പറഞ്ഞ പോലെ ഇനി കുറച്ച് സമയം തനിയായിട്ട് അജിത് കുമാർ സാറിനോട് സംസാരിച്ച് കുറച്ചും കൂടി മനസ്സിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴാണ് സമയവും സൗകര്യവും നമുക്ക് കിട്ടുകയെന്ന് അറിയില്ല. എന്തായാലും വളരെ നല്ല സെക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഗിരിജ മേഡത്തിന് വളരെയധികം നന്ദി. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കേൾക്കാനും ഇങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനൊക്കെ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ടീച്ചർ പറഞ്ഞത് വളരെ ആപ്റ്റാണ് കേട്ടോ. ലളിത ജീവിതം ഉന്നത ആദർശം എന്നും പറഞ്ഞ് ചുമ്മാ പിശുക്കി കാശ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. അത് ഭയങ്കര എളിമയായിട്ടൊന്നും എനിക്ക് ഇപ്പൊ തോന്നാറില്ല കേട്ടോ. പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു, ചുമ്മാ ചാരിറ്റി എന്നും പറഞ്ഞ് നടത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് ജീവിച്ചു പോകാനുള്ള കാശ് മര്യാദയ്ക്ക് ഉണ്ടാവില്ല. നല്ല വണ്ടി വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനം വാങ്ങും. എന്നിട്ട് അയ്യോ പാവം, എന്ത് ലളിതനാണ്, എന്ത് ആദർശവാനാണ്, വൈ എന്ന് ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പണ്ട് ഞാൻ ഈ കോട്ടൺ തുണിയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം, നല്ല ഒരു സ്നേഹമാണ്. കോട്ടൺ ആണ് നല്ലത്, ഉഷ്ണം എടുക്കാതെ നല്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുമാതിരി ഈ പരുത്തി തുണിയില്ലേ, അപ്പൊ എന്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ വേർക്കാണ്ടിരിക്കുമല്ലോ എന്ന്. അപ്പൊ വേറെ കുട്ടികളൊക്കെ കാണുമ്പോ നല്ല ഫുള്ളി തിളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ട് നടക്കുമ്പോ ഞാൻ എന്റെ പിള്ളേരെയൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് നടത്തും കേട്ടോ. അപ്പൊ ഏതോ ഒരു ഓണത്തിന് ഇതിങ്ങനെ ഇട്ട് എന്റെ മോളിങ്ങനെ നടക്കുവാണേ. അപ്പൊ എന്റെ അനിയത്തി എന്നെ തട്ടിയിട്ട് ചോദിക്കില്ല, ഈടി നോക്ക് മറ്റേ പിള്ളേരൊക്കെ നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് വരിക്കുമ്പോ അവള് മാത്രം നിക്കണ നോക്ക്, നീ കണ്ടില്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. ഐ നെവർ ബോതർഡ് അബൌട്ട് ഡ്രസ്സിങ് കേട്ടോ. പണ്ടുമാണ്, ഇപ്പൊ കുറച്ചൊക്കെ ഞാൻ ഭേദപ്പെട്ടിട്ടുണ്ട് കേട്ടോ, കുറച്ചല്ല നല്ലോണം ഭേദപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്റെ കുട്ടികൾ പറഞ്ഞത് നല്ല കുട്ടികളാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ലളിത ജീവിതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം. ഇറ്റ് വാസ് എ പ്രാക്ടിക്കൽ ടിപ്പ് കേട്ടോ. എന്റെ മോൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അമ്മ കുറെ നാളെടുത്തു ഞാനിത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ. ഒരു ബ്രാൻഡഡ് സാധനം കാണുമ്പോ എനിക്ക് തോന്നുന്നു, ഷോ എന്തിന് ഇത്രയും സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ അതർ ജനറേഷൻ. അവർക്കന്ന് സാധാരണ സർക്കാർ ജോലിയില് 1/2 കിലോ തക്കാളിയെങ്കിൽ 1/4 കിലോ വാങ്ങുന്ന സാഹചര്യമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അത്രയും അരിഷ്ടിച്ച് ജീവിച്ചിട്ടാണ് അറിഞ്ഞോ അറിയാതെ ഈ സാധനം തലയിൽ കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് നല്ല സാഹചര്യം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചുകൂടെ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് പിള്ളേരെ ഇത് കൊണ്ട് നടത്തിക്കണേന്ന് തോന്നിയിട്ടുണ്ട്. എന്റെ മോൾ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ശരിയാണല്ലോ എന്ന്. പിന്നെ പ്രസന്നലക്ഷ്മി ടീച്ചറാണോ ആരാണോ പറഞ്ഞത്, നമുക്ക് കുറച്ചധികം കാശ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് കുറെ ആൾക്കാർ സഹായിക്കാമല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ആരെങ്കിലും ഒക്കെ എനിക്കൊന്ന് ഫീസ് അടയ്ക്കാമോ എന്ന് ചോദിക്കുമ്പം ഐ നെവർ തിങ്ക് ബാക്ക് കേട്ടോ. ഒരു നല്ല കാര്യത്തിനല്ലേ അങ്ങ് കൊടുക്കും. ഞാൻ ഇത് തിരിച്ചെനിക്ക് കിട്ടുമെന്നൊന്നും ആലോചിക്കാറേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിക്കണത് എന്താ വെച്ചാൽ കാശുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത വരും. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ട്, by education, by profession, but through any means, do it, enjoy it, help others.
എന്ത് തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു മെസ്സേജ് സാറ് വളരെ ഗംഭീരായിട്ട് പറഞ്ഞു വെച്ചു. അതിൽ ഷെയർ ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞു, കൃഷ്ണലക്ഷ്മി ടീച്ചർ ഓൾസോ. അപ്പൊ അതെനിക്ക് ഈ വളരെ ഹോട്ടലില് പോകുമ്പോ മാഡം പറഞ്ഞില്ലേ, ഹോട്ടലിൽ പോകുമ്പോ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് എപ്പോഴും ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് അത്. ഇപ്പൊ ഒരു ദിവസം ഡ്രം സ്റ്റിക് ലീവ്സിന്റെ, അതായത് മുരിങ്ങയുടെ ഇലയുടെ സൂപ്പ് ഒരു ദിവസം ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഭയങ്കര വില. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു, വല്ല ആവശ്യമുണ്ടോ, മുരിങ്ങയുടെ ജ്യൂസ് വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതിയിരുന്നില്ലേ, ഈ സൂപ്പ് കഴിക്കപ്പോ അങ്ങനെ ആ ഹോട്ടലിൽ പോയിട്ട് 250 രൂപയ്ക്ക് ജ്യൂസ് കഴിക്കേണ്ട, അല്ല അതിന്റെ സൂപ്പ് കഴിക്കേണ്ട കാര്യം ഉണ്ടോന്ന്. അപ്പൊ എന്റെ മകള് പറഞ്ഞു, അമ്മ പൈസക്ക് വല്ല കേടുണ്ടോ, അമ്മക്ക് പോയിട്ട് വരട്ടെ, 250 രൂപ അല്ലേ, അത് എല്ലാ ദിവസവും പോയിട്ട് 250 രൂപയ്ക്ക് ഇതിന്റെ സൂപ്പൊന്നും കഴിക്കുന്നില്ലല്ലോ. ഈ സൂപ്പ് കഴിക്കുക എന്നുള്ളത് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇഷ്ടമുള്ള കാര്യം ഒന്ന് കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ പൊക്കോട്ടെ, പിന്നെ പൈസ കൊണ്ട് വരില്ല, എന്തിനാ അങ്ങനെ പൈസ. അത് നമ്മൾ പരിശീലിപ്പിച്ച അത് അവർക്ക് നല്ല ശമ്പളം കിട്ടി തുടങ്ങിയിട്ട് പോലും അതിന് സമയം എടുക്കുകയാണ്. ഇപ്പോ ഒരു അങ്ങനെ എന്താണ് മനസ്സ് തുറന്ന് ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിരിജ മാഡം പറഞ്ഞ പോലെ അതിന് സമയം എടുക്കുകയാണ്. ഞാനും അങ്ങനെ ചിലപ്പോ നാട്ടിൻപുറത്തെ ദാരിദ്ര്യമൊന്നും അനുഭവിക്കാണ്ട് എന്റെ പാരന്റ്സ് ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷെ ഈ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു ലക്ഷറി ആയിട്ടല്ല, അത് വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പൊ ഇപ്പൊ അത് ചെയ്യുമ്പോ പൈസ ചെലവാക്കല്ലേ എന്നുള്ളൊരു ചിന്ത, അങ്ങനെ നമുക്കായിട്ട് എന്തെങ്കിലും സാധനം വരുമ്പോ ചെലവാക്കുമ്പോ ഇതിന് പൈസ ചെലവാക്കല്ലേ എന്നുള്ള ചിന്ത ഇപ്പോഴും മനസ്സിൽ വരാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു കുറവ്, ആ ഒരു കുറവുകളൊക്കെ സാറിന്റെ സെക്ഷനിൽ കൂടെ, ഇനി ഈ സെക്ഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് 6 മാസം കൂടുമ്പോ. അപ്പൊ കുറച്ചും കൂടി നേരെയാവും ഞങ്ങള്. അത് ശരിയാണ് കേട്ടോ ടീച്ചറെ, ആപ്റ്റായിട്ടാ പറഞ്ഞത്. കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് കേട്ടാലേ ഈ സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് മാറി റിലീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ. ശരിക്കും ഈ അഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, ഓരോ കാര്യങ്ങളും നല്ല റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഓരോ പോർഷൻ നമുക്ക് എടുക്കാം. നമുക്ക് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ്, നല്ല ജോലി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ ഇത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് പണം എങ്ങനെ കൊണ്ടുവരും. വാറൻ ബഫെ അതിന് ഉദാഹരണമാണ്. അയാൾ 85%ഉം ചാരിറ്റബിൾ ആക്ടിവിറ്റീസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്നത് മുഴുവൻ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ചെയ്യണം, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും വേണം. അത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ദൂർത്തടിക്കരുത്, എനിക്ക് പണം വരാനുണ്ട്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി മെനക്കെടരുത്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുള്ളത് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കാം. പക്ഷെ മറ്റുള്ളവരെയും കൂടി നമ്മൾ ഓർക്കണം, ഇത് മറ്റുള്ളവർക്കും കൊടുക്കാനുള്ള പണം ഞാനിങ്ങനെ ചെലവഴിക്കാൻ പാടില്ല എന്നും കൂടി നോക്കണം. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോഴേ, അല്ലാതെ നമ്മൾ കുറച്ച് ഈ പണമായി വരുന്നവരെ, സമ്പത്തായി വരുന്നവരെ നമ്മൾ അതിനനുസരിച്ച് കൊണ്ടുപോകണം. ഇപ്പം ചെറിയ പണം ഇങ്ങനെ വന്ന് കൂടി വരുമ്പോഴേ ആ രീതിയിലേക്ക് നമ്മൾ എടുത്തു ചാടരുത്. ശരിക്കും ഞാൻ എന്നാ നാളെ തൊട്ടങ്ങ് തുടങ്ങിക്കാളാന്ന് വിചാരിച്ചാൽ ആകെ കുത്തി താഴെ വീഴുക ചെയ്യുക. ഇത് ഒരു ഗ്രാജ്വലി ഉള്ളൊരു പ്രോസസ്സാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവും. എനിക്ക് 2 കോടി കടമൊക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ടാവും ഒരു ബിസിനസ് ലോസിൽ. അപ്പോൾ ആ സമയത്ത് വളരെ ക്ഷമയോടുകൂടി മനസ്സിനെ വളരെ റിലാക്സ് ആക്കി ഞാൻ അന്നും നല്ല കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തു, കൊടുക്കാനുള്ളത് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തു. പിന്നെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ അതെനിക്ക് യൂണിവേഴ്സിറ്റി, എനിക്കിപ്പോഴും ഞാൻ അന്നത്തെ പൈസ ഒരു 12.25 ലക്ഷം റുപ്യ ഇപ്പോഴും കിട്ടാനുണ്ട് എനിക്ക്. പക്ഷെ ഞാനത് ഇതുവരെ ആരെ കണ്ടാലും ചോദിക്കില്ല, ആളെ കണ്ടാൽ പോലും ഞാൻ ചോദിക്കില്ല. എനിക്ക് എന്നോട് വായ്പ വാങ്ങിയ ആൾക്കാരായിരിക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വാങ്ങിയായിരിക്കും, ഞാനതൊക്കെ യൂണിവേഴ്സ് എനിക്ക് തിരിച്ചു തന്നോളൂ എന്നുള്ള രീതിയിൽ അവർ പറയും എന്നോട്, തരട്ടോ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടാണ്, ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിടുക ചെയ്യാം. പക്ഷെ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇപ്പം വേണ്ടത് അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ബാങ്കിൽ നല്ല ജോലി ഇരുന്നാൽ മതി, പണം ഉണ്ടാക്കാൻ പോയതല്ലേ, അതുകൊണ്ടല്ലേ ഈ നഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അന്ന് എന്നോട് എല്ലാവരും പറഞ്ഞ എങ്ങനെ വെച്ചാൽ 2 കോടി കടമുള്ള സമയത്ത് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് 10 ലക്ഷം രൂപയാണ്, 25 വർഷം മുമ്പ്. അപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും നിന്റെ കടം തീരില്ല, പിന്നെ ഇങ്ങനത്തെ കടം തീർക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എന്തിനാ പണം ഉണ്ടാക്കിയെന്ന് അന്ന് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ബാങ്കിലെ സാലറി എനിക്ക് ജീവിക്കാനേ പറ്റൂ, എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം, എനിക്ക് പഠിക്കാൻ പുസ്തകം വാങ്ങാൻ പറ്റാത്ത, ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളെ എനിക്ക് സഹായിക്കാൻ പറ്റണം, ഈ ആരോരുമില്ലാത്തവരെ ഷെൽട്ടർ എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയത്.
അത് ആ പ്രപഞ്ചശക്തി കേട്ടിട്ടുണ്ടാവും എൻ്റെ മനസ്സ്. അതുകൊണ്ടായിരിക്കും 6 വർഷം കൊണ്ട് എൻ്റെ മുഴുവൻ സമ്പത്തും എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. എനിക്ക് ഇപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റി. എനിക്ക് വേണ്ട ഭൗതിക വസ്തുക്കളൊക്കെ ഉണ്ട്, വീട്, കാറ്, ഇതൊക്കെ എനിക്ക് വേണ്ട രീതിയിൽ പ്രോമിനൻറ്റ് പ്ലേസ് ഇൻ കാലിക്കറ്റ് സിറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേടാൻ പറ്റിയത് അതുകൊണ്ട്. അപ്പോൾ റോട്ടറിയിലൊക്കെ സാറിനോട് നോക്കിയാൽ പറയാം, റോട്ടറിയിലൊന്നും പിന്നെ എന്തെങ്കിലും പണം ചിലവഴിക്കണമെങ്കിൽ ഞാനായിരിക്കും ആദ്യം ചിലവഴിക്കുക. ഞാൻ എന്ത് പണ്ടെങ്കിലും ഞാൻ ആദ്യം കൊടുക്കും, അത് പിന്നേക്ക് വെക്കൂല. അത് എല്ലാവരും കൊടുക്കട്ടെ, പിന്നെ ഞാൻ കൊടുക്കട്ടെ എന്നല്ല വിചാരിക്കുക. എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ ഒരു വീട് വെക്കണം എന്നുള്ള കോൺട്രിബ്യൂഷൻ, എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ആദ്യം കൊടുക്കും. എന്തെങ്കിലും ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് എൻ്റെ പണം ഞാൻ ആദ്യം കൊടുക്കും. അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹീസ് ഏബിൾ ടു ഡു ദാറ്റ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് വരും. അപ്പോൾ അത് നമ്മളിലേക്ക് അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കും. അതിനെക്കൊണ്ട് വെറി ചെയ്യുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു. താങ്ക് യു സർ. ലളിത ടീച്ചർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ടീച്ചറെ? പറഞ്ഞോളൂ ഇനി. താങ്ക് യു സർ, താങ്ക് യു സർ. എല്ലാവരും ഇപ്പൊ ഒരുമാതിരി എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ ഗിരിജമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇപ്പൊ അന്ന് ഊർജ്ജപ്പെടാൻ പറ്റിയിട്ടുള്ളൂ. അബണ്ടൻസിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് ഭാഗ്യം സിദ്ധിച്ചവർക്കൊക്കെ ആദ്യത്തെ 100-ല് ചേരാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ കുറെ നുറുങ്ങുകളൊക്കെ ഉണ്ടല്ലോ, സാറിനെ വിളിച്ച് സംസാരിക്കുമ്പോ സാറ് നമുക്ക് നിർലോഭം തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നും പിടിച്ചു വെക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കിൽ എവിടെയെങ്കിലും ഒരു എന്താ പറയാ ഫീലിങ്സ് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ തിരുത്തി അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, എന്ത് അഫർമേഷൻ നമ്മൾ പറയണം എന്നുള്ളത് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് ഇന്ന് നല്ലൊരു സെഷനായിട്ട് വന്നത്. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ കൂടിയ ആൾക്കാരായതുകൊണ്ടും മൈൻഡ് പ്ലസിൽ അംഗങ്ങളായതുകൊണ്ടും നമുക്ക് ഇതില് ഒരു റീതിങ്കിങ്ങിന്റെ ആവശ്യമില്ല. അങ്ങ് ഒഴുകിയ മതി, പറഞ്ഞത് കേട്ടത് അതേപോലെ അങ്ങ് ചെയ്താൽ മതി. നമ്മളൊന്നും തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും തന്നെ ജോലിയുണ്ട്. ഇപ്പം നേരത്തെ ഈ ഗിരിജമ്മൻ പറഞ്ഞതുപോലെ പറയാണ്, മക്കൾക്ക് നേരത്തെ ഒക്കെ നല്ലൊരു ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇത് കഴിക്കുമ്പോ ദൈവത്തിനോട് നന്ദി പറയണം. ഇതില്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഈ ഭൂമിയില്, മക്കളുടെ ഭാഗ്യാണ് എന്ന് പറയും. അപ്പൊ അത് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. നമുക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് കൊടുക്കുമ്പോ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു കുറ്റം ചെയ്യുന്ന പോലെയാണ്. കഞ്ഞി വെക്കാനുണ്ട് 200, 2 പേർക്ക് കൂടി മേടിക്കുമ്പോ 300 രൂപ. 300 രൂപ കൊണ്ട് ഒരു കുടുംബം, 2 കുടുംബം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിയും. ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പിന്നെ ഈ മക്കൾ ഇന്നത്തെ ജനറേഷനാണല്ലോ, അവര് പറഞ്ഞു തുടങ്ങി, അമ്മ ഈ ദാരിദ്ര്യം ഒന്ന് നിർത്തുവോ, ഇത് കഴിക്കാൻ തോന്നില്ല അമ്മ വാങ്ങിച്ചെന്നു പറയും. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ പിന്നെ മൈൻഡ് പ്ലസിൽ വന്നു, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കൂടി അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് അത് ചെയ്യാനും. എന്നാലും വരും ഇടയ്ക്ക് ഒരു പിടുത്തം മനസ്സിന്. എന്തായാലും ഇനി ആ പിടുത്തം പിടിക്കില്ല, അതങ്ങ് വിട്ടുകൊടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും, നമ്മൾ പറയില്ലേ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് എന്നുള്ള ഏത് ക്ലാസ്സിൽ പെട്ടവർക്കും ഇത് വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം എത്ര ഉണ്ടെങ്കിലും വീണ്ടും കിട്ടുമ്പോഴേ നമുക്ക് വീണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ശരിക്കുള്ള പാഠം, കൊടുക്കും തോറും ഏറിയിടും എന്ന് പറയുന്ന ആ പാഠം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം പലരിൽ നിന്നായിട്ട് നമുക്ക് ഈ എന്താ പറയാ ദാനം ചെയ്യുന്നതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഗുണം അറിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പരമാവധി പണ്ടും ഉള്ളത് കൊണ്ട് കൊടുക്കും, പക്ഷെ ഇപ്പൊ അതൊന്നും കൂടി കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ പോകുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ടീച്ചറെ, ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ കൂട്ടി ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. സാറ് പറഞ്ഞത് ദൂർത്ത് ഒരു ബാലൻസ് എല്ലാത്തിനും നല്ലതാണ്. ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ പുറത്ത് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ പോയി തന്നെ ഒരു 250 രൂപ കൊടുത്ത് കാപ്പി വെച്ച് ചായ കുടിക്കേണ്ട കാര്യമില്ലല്ലോ. യു ക്യാൻ ഹാവ് ഇറ്റ് ഔട്ട്സൈഡ് കേട്ടാ. എന്നും പറഞ്ഞില്ല എനിക്ക് കുറെ കാശ് ഇങ്ങനെ ഒഴിവാണ്, എന്നാ പോയി എയർപോർട്ടിൽ പോയി ഒരു ജാട കാണിക്കാൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളങ്ങ് അത്ര പുരോഗമിക്കേണ്ട എന്നും കൂടെ ഉള്ളതൊന്ന് ആലോചിക്കണം കേട്ടോ. പുറത്ത് സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങാം.
അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു ബാലൻസ് വരുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയും കൂടെ നമ്മള് ഒരു ജുഡീഷ്യസ് യൂസ് ഓഫ് മണി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പറഞ്ഞു വെച്ചെന്ന് മാത്രം. അമൽ ആരാണ്? ക്ലാരിഫിക്കേഷൻ തരാം. അത് ദൂർത്തുന്ന രൂപത്തിൽ നമ്മൾ കാണുകയും ചെയ്യരുത്. അവിടെ പണം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ കുറഞ്ഞതേ പോവുള്ളൂ എന്നുള്ള ഫീലിംഗ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾക്ക് ഇതൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാനിത് ഇവിടെ പോകുന്ന സമയത്ത് ആ പണം ഞാൻ ഇല്ലാത്തവർക്ക് കൊടുക്കാലോ എന്നുള്ള ചിന്തയോട് കൂടി പോകും. അങ്ങനെ പോകും. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് തെറ്റിദ്ധരിക്കും, ഇയാൾക്ക് അതിനൊന്നും പണമില്ല, ഇയാൾക്ക് പിശുക്കനാണെന്നുള്ള രീതിയിൽ എടുക്കും. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ ഞാൻ ലിമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് അദ്ദേഹം മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഫീലിംഗ് അല്ലെങ്കിൽ തോട്ട്സ് ആണല്ലോ അവിടെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് ബാക്കിയുള്ള മിച്ചം വരുന്ന പണം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാമല്ലോ, ഭക്ഷണം കിട്ടാതെ വിശന്ന് തെരുവിലിരിക്കുന്ന ആൾക്കാരെ എനിക്ക് സഹായിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയോട് കൂടിയായിരിക്കണം അത് ചെയ്യേണ്ടത്. എക്സലന്റ്. മറ്റേ അമൽ ഒന്ന് പറയും. Good evening, sir. Thank you, Girija ma'am, for the opportunity. Ajit sir, as usual, അതിഗംഭീരം. ലളിത ടീച്ചർ, നമ്മളെ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ആക്കിയ ആ പോർച്ചിലുണ്ടായിരിക്കും, പേടിക്കണ്ട. അജിത് സർ, താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. കുറെ പേരുടെ എക്സാമ്പിൾസ് കേട്ടു. അപ്പൊ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യണമെന്ന് തോന്നി. എന്റെ മെന്റർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ വർക്ക് ചെയ്യായിരിക്കണം. അപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ഒരു മാസം, അതായത് ഒരു ദിവസം 11 മണിക്കൂർ വെച്ചിട്ട് 25 ദിവസം പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു 6 ഫിഗർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ തീരുമാനിച്ചു, ഇനി ഈ 6 ഫിഗർ ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല, ഇത്രയും വർക്കിംഗ് അവേഴ്സ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ഞാൻ ക്രമേണ കുറച്ചുകൊണ്ടെന്ന് ഇന്നൊരു മാസം എനിക്ക് 2 അവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 ഫിഗറിലേക്ക് എത്താൻ പറ്റും. അതായത് ഈ വർക്കിംഗ് അവേഴ്സ് കുറച്ചതിലൂടെ ഞാൻ എൻ്റെ സെൽഫ് വർത്ത് കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വേർത്ത്നെസ് കൂടിയാൽ മാത്രമേ നമുക്ക് ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം എന്താ പറയുക, ഫൈനാൻസ് ഫീൽഡിൽ, ഞാൻ ആ ഫൈനാൻസ് ഫീൽഡിൽ കൂടി വരുന്ന ആളാണ്, അത് ആ ഒരു ബ്രേക്ക് ത്രൂ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയം നമ്മൾ കാശ് എങ്ങനെയാണോ സ്പെൻഡ് ചെയ്യുന്നത് ആ അളവിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അതേ വാല്യൂ കൊടുത്ത് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു പ്രൊമോട്ട് നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളമുണ്ട്, നിങ്ങൾ മാസം ഒരു ദിവസം 11 മണിക്കൂർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ 275 മണിക്കൂർ കൊടുക്കണം. ഒരു മാസം 1,00,000 രൂപ സമ്പാദിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ പ്രൊമോഷൻ കിട്ടുന്നു, 1,25,000 ആവുന്നു, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു, വലിയ പൊസിഷനിൽ എത്തുന്നു. അപ്പോൾ 16 മണിക്കൂറായി. നിങ്ങളുടെ സെൽഫ് വർത്ത് കുറയാണ് ചെയ്യുന്നത് അവിടെ. അതായത് 275 മണിക്കൂറിൽ നിന്ന് മുകളിലേക്ക് പോവാണ് നിങ്ങൾ ആ അടുത്ത പ്രൊമോഷൻ കിട്ടിയ സാലറി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നിങ്ങൾ സമയം കുറച്ചാൽ മാത്രമേ നിങ്ങളുടെ സെൽഫ് വർത്ത് അവിടെ കൂടുന്നുള്ളൂ. ഇത് എൻ്റെ ഒരു അനാലജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നും, ശരിയായിട്ട് തോന്നും, എനിക്കറിയില്ല. എൻ്റെ പ്രായത്തിന്റെ അത്ര വലുപ്പമുള്ള കരിയറുള്ള ആൾക്കാർ ഈ പാനലിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കറിയില്ല. ബട്ട് എനിക്ക് വർക്കായ ഒരു കാര്യമാണ്, ഈ പോയിന്റ് ആഡ് ചെയ്യണം എന്ന് തോന്നി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് നമ്മുടെ സെൽഫ് വർത്ത് കൂട്ടുന്നത്? ഗോപാൽ സർ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് സാറിന്റെ ടോട്ടൽ ഇൻകം, ഒരു മാസത്തെ ഇൻകം എടുക്കുക, ഓക്കെ, ഡിവൈഡ് ബൈ സാർ എത്ര ദിവസം വർക്ക് ചെയ്യുന്നു നോക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ സാറിന് അവർലി റേറ്റ് കിട്ടും. സാറിന്റെ ഒരു മണിക്കൂറിന്റെ വില ഇത്രയാണ്. ഈ ഒരു മണിക്കൂറിന്റെ വില ഇത്രയാണെന്നുള്ളതിൽ ഗ്രാജുവൽ ഹൈക്ക് ഇല്ലാത്ത പക്ഷം ഫൈനാൻഷ്യൽ ഔട്ട് ബ്രേക്ക്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഫൈനാൻഷ്യൽ ഇമ്പാക്ട് ഏണിംഗിൽ കൊണ്ടുവരാനും ഏണിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുക എന്നുള്ളതിൽ വലിയൊരു വിലങ്ങുതടിയായിട്ട് അത് നിൽക്കും. സോ നമ്മൾ അതായത് എത്രയുള്ളൂ, അതായത് കുറഞ്ഞ അവറിൽ കൂടുതൽ സമ്പാദിക്കുക, അതായത് മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം റിട്ടേൺ. അതിൽ ഞാൻ ചെറിയൊരു അഭിപ്രായം പറയുകയാണ്. നമ്മൾ പണം ആൾക്കാരുണ്ടാക്കാത്തത് കൊണ്ടല്ല അവർ ധനികരാവാത്തത്. അപ്പം ധനികനാവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ലൈഫ് ബാലൻസിങ്, മണി മറ്റുള്ള കാര്യങ്ങളും, ഈ മനസ്സുഖം, സന്തോഷം, ആനന്ദം, ഈ ഹാർമണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റേ ബാലൻസിൽ വരണം. അതുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം, നിങ്ങളിപ്പോൾ 10 ലക്ഷം ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പോൾ 15 ലക്ഷം ചിലവ് വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ പണക്കാരനാവില്ല, നിങ്ങൾ വീണ്ടും ദാരിദ്ര്യത്തിലേക്കാണ് പോവുക. പിന്നെ അടുത്ത വർഷം നിങ്ങൾ 15 ലക്ഷം ഉണ്ടാക്കി, അപ്പം നിങ്ങൾക്ക് ആക്സിഡൻറ്റുകൾ സംഭവിച്ചു, അസുഖങ്ങൾ വന്നു, പ്രതീക്ഷിക്കാത്ത പണച്ചെലവുകൾ വന്നു, നിങ്ങൾക്ക് വീണ്ടും പണം നഷ്ടമാവുക ചെയ്യുക. പക്ഷെ അത് വരാൻ പാടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ടെക്നിക്ക്, സബ് കോൺഷ്യസ് മൈൻഡിനെ ഉപയോഗിച്ച് മണി ബാലൻസിങ് ചെയ്യണം നമ്മൾ. അത് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ധനികനാവുള്ളൂ.
ഇല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നതിൻ്റെ ഒരു പോർഷൻ നമുക്ക് നല്ല ചാരിറ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് നമ്മൾ ചിലവാക്കണം. മറ്റുള്ളവർക്ക് അവരൊരു ബ്ലെസ്സിങ് നമുക്ക് വേണം. നിരാലംബരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുന്ന ഒരു പ്രകൃതം നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പണം ഇല്ലെങ്കിൽ ഇപ്പം ജോസഫ് മഫിയുടെ ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ പണം ചിറകടിച്ചു പോകുന്ന പറഞ്ഞു. അപ്പം നമ്മൾ ഈ കാൽക്കുലേഷൻസ് നമുക്ക് പണം ഉണ്ടാക്കാൻ നല്ലതാണ്, പക്ഷേ ആ കാൽക്കുലേഷൻ മാത്രമല്ല, അതല്ല റോയൽ പാത്ത് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ വെട്ടണം. ആ റോയൽ പാത്ത് എന്നിലേക്ക് പണം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലാണ് വരിക പണം. നിങ്ങളെ അതിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യം വരില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ 1 ലക്ഷം ആണ്, എനിക്ക് ആ 2 ലക്ഷം ആക്കാനുള്ള ഞാൻ അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, അതിൻ്റെ ടൈം കണക്ക് കൂട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റിപ്പോവാ. ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരിക്കലും അല്ല, യൂണിവേഴ്സാണ്, നമ്മളല്ല. യൂണിവേഴ്സാണ് തീരുമാനിക്കുന്നത് നമുക്ക് എന്ത് തരണം എന്ന്. അപ്പം നമ്മൾ തരുന്നതൊക്കെ വിപരീതമായിട്ടുള്ള വരികയാണെങ്കിലോ, അയ്യോ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ. അപ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 കോടി നഷ്ടം പറ്റിയത് ഞാൻ 2000 അതായത് 24 വർഷം മുമ്പ് എൻ്റെ മന്ത്ലി ഇൻകം 8,45,000 രൂപയായിരുന്നു ഒരു മാസത്തെ. ഇന്ന് അത് 85 ലക്ഷമായിരിക്കാം ചിലപ്പോൾ ഒരു മാസം. എന്താ വെച്ചാൽ 24 വർഷം മുമ്പുള്ള മണി വാല്യൂ വെച്ച് നോക്കുമ്പോൾ. അപ്പം അത്രയും വലിയ ഉള്ളൊരു സാധനം എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാൻ കാരണം ഞാൻ അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ പണത്തിൽ ചിലപ്പം അഹങ്കരിച്ചിട്ടുണ്ടാവാം, മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല, ഇത് ഞാൻ ചെയ്യുന്ന തോത് കുറഞ്ഞു പോയി, ഇതൊക്കെ ഉണ്ടാവാം. അപ്പം ഞാനതിൽ ഇതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോഴും അത് ശരിക്കും ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴും എൻ്റെ മാനസിക ചിന്താഗതി മാറിയപ്പോഴുമാണ് ഇതെല്ലാം ഒരു ശരിക്കും വെൽത്തിലേക്ക് വരികയും അബണ്ടൻസിലേക്ക് വരികയും ഒക്കെ ചെയ്തത്. അപ്പം ഇതും ഒരു പ്രധാന ഘടകമാണ്. നമ്മളിതിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഒരിക്കലും അംബാനിയല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അംബാനിയുടെ പണിക്കാരാണ്. ഒരിക്കലും അയാൾ ഫ്രീയാണ്. അയാൾ എപ്പോഴും അയാളുടെ ബ്രെയിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്, അദ്ദേഹത്തിൻ്റെ ചിന്ത, അയാളെ റോയൽ പാത്ത്, അയാളുടെ വിഷ്വലൈസേഷൻ, ഇതൊക്കെയാണ് അതിലേക്ക് വരുന്നത്. യൂസഫ് അലി അങ്ങനെ തന്നെ. യൂസഫ് അലി ഇപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെയാണ് പോകുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മണിക്കൂറുകൾക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയല്ല അദ്ദേഹത്തിനുള്ളത്. റോയൽ പാത്താണ് ശരിക്കും അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വിഷ്വലൈസേഷൻ. എനിക്ക് അദ്ദേഹം ഒരു ഔട്ട്ലെറ്റ് എടുക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ 10 ലക്ഷം പേർക്ക് ജോലി കൊടുത്തു, ഞാൻ അല്ലെങ്കിൽ 15 ലക്ഷം ആൾക്കാർക്ക് ഞാൻ എൻ്റെ കുടുംബം ഞാൻ മുഖാന്തരം കുടുംബം പുലരുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഔട്ട്ലെറ്റിലുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്. ആ ഔട്ട്ലെറ്റിലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലൊക്കെ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒരു കല്യാണം ഉണ്ടെങ്കിലൊക്കെ അവരെ പാവപ്പെട്ട കുട്ടികളാണെങ്കിലും എല്ലാം നടത്തിപ്പോരുന്നത് ആരെന്ന് യൂസഫ് അലിയാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹം വളരെ റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ പണം ഉപയോഗിക്കുന്നു, കൊടുക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ പണമൊക്കെ ഇവർക്ക് ചിലവാക്കാനുള്ളതല്ലോ, എനിക്കുള്ളതല്ലേ, എൻ്റെ തലമുറ നന്നാവട്ടെ എന്നൊന്നുമല്ല വിചാരിക്കുന്നത്. പക്ഷേ അത് ഓട്ടോമാറ്റിക് അത് ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകണം. അതല്ലെങ്കിൽ അമൽ പറഞ്ഞ പോലെ നമ്മൾ പണം ഉണ്ടാക്കി വരും, അത് എപ്പോഴാണ് നമ്മളെടുത്ത് നിന്ന് തട്ടിയെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും 2 കോടി എനിക്ക് എൻ്റെ പാരൻസ് തന്ന പണം അല്ല, അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത പണമാണ് നഷ്ടമായത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തത് എനിക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് എനിക്ക് ആ ഇതില്ലേ നമ്മൾ രാജപാത പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, പാത്ത് വേ, അത് നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പണം എന്നിലേക്ക് ഒഴുകുന്നു എന്നുള്ള ചിന്ത, എനിക്ക് നല്ലൊരു രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നു, വന്ന പണമെല്ലാം എനിക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, ഞാൻ ചെലവഴിക്കുന്നതെല്ലാം 10,000 മടങ്ങ് എന്നിലേക്ക് തിരിച്ചു വരുന്നു, അതെനിക്ക് വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തയാണ് പിന്നെ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ അബണ്ടൻസിലേക്ക് വരിക. അമലിന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അമൽ പറഞ്ഞത് തെറ്റല്ല, അമൽ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഭാഗവും കൂടിയാണ് ഞാനൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സാർ. ഇനി ബിന്ദു ഉണ്ടെന്ന് തോന്നുന്നു. ബിന്ദു ബിജിമോൻ ഇടയ്ക്ക് കൈ റൈസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഗുഡ് ഈവനിങ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. സാറ് പറഞ്ഞത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ഈ അബണ്ടൻസ് ആറ്റിറ്റ്യൂഡിലൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ചില സമയത്തൊക്കെ നമ്മൾ സ്ലിപ്പായി പോവാറുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് എന്ത് ചെയ്യണം, ചെയ്യരുത്, എന്ത് ചിന്തിക്കണം, ചിന്തിക്കരുത്, എന്ത് പറയണം, പറയരുത്, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറ് പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞാണേലും അറിയാതെ ആണെങ്കിലും എനിക്കിങ്ങനെ ഡ്രീം ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴും ഈ കുചേലന്റെ കഥ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെയാണ് കുചേലൻ ധനികനായത്.
അപ്പൊ ഈ കഥ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഒരു കാറ്റ് വന്നാൽ അപ്പൊ എന്റെ മനസ്സിൽ ഈ കഥ വരും. അപ്പൊ അങ്ങനെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കല്. ഇപ്പൊ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം അമ്മയുടെ മടിയിൽ കിടന്ന് കേട്ട കഥയാ ഉറങ്ങാൻ സമയത്ത്. പക്ഷെ ഞാനത് എപ്പോഴും വളരെ ഡീപ്പായിട്ട് അത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളപ്പം ആ കഥയാണ് ചിന്തിക്കുക. അപ്പോൾ കൃഷ്ണൻ വന്ന് എല്ലാം തരുന്നു, എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യണു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം പോസിബിൾ ആണെന്ന് ചിന്തിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെയുള്ള ചെറിയ ചെറിയ സ്റ്റോറീസ് ആണ്. അതുകൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. വളരെ നല്ല സെഷൻ ആയിരുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിരുന്നു. സാറിന്റെ സ്വന്തം അനുഭവം പറയുമ്പോൾ ശരി നമുക്കും ഇത് നടക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് കേൾക്കണ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഭരത് എപ്പോഴും പറയാറുണ്ട്, ഭരത്തിന്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് കഷ്ടപ്പാടാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ ധൂർത്ത് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, ശരി, അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ട് അവർക്കും നമ്മൾ കഴിക്കണ പോലെ കൊടുക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഏകദേശം അരമണിക്കൂർ എക്സ്ട്രാ നമ്മൾ എടുത്തു കഴിഞ്ഞു. മാം ഉണ്ടായിരുന്നു. ആരാ? ദീപനക്ക മാമിന്റെ കൈ പൊങ്ങി. ദീപ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഇറങ്ങിയോ എന്തോ. ദീപ ഉണ്ടായിരുന്നു, സന്തോഷ് നായർ സാറും ഉണ്ടായിരുന്നു. അവര് ലീവ് ചെയ്ത് പോയി എന്ന് തോന്നുന്നു. ദീപ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നു. ഓരോരുത്തർ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി. അവർക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതെ, ഇറങ്ങിയതായിരിക്കും 8:30 ക്ലാസ്. അപ്പോൾ വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ലെറ്റ് us conclude the session. അപ്പൊ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ, അതിനധികം ഗംഭീരാക്കിയ കുറെ ഡിസ്കഷനും നടന്നു. ഓരോരുത്തരും അവരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞു വച്ചു. ഇനി അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഇതിന് പ്രതിവിധിയുള്ളൂ. അതിൽ സയന്റിഫിക് ആയിട്ട് ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. എന്താ വെച്ചാല് ഇതിലേക്ക് നമ്മള് വളർന്ന സാഹചര്യങ്ങളും വളർത്തപ്പെട്ട സാഹചര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ പേരൻസ് തന്ന കുറെ മെസ്സേജ് ഉണ്ട്. അത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കേറിയിരിക്കുക. നമ്മുടെ കൂച്ചു വിലങ്ങ് പോലെ വലിച്ചു താഴോട്ടിടുന്ന കുറെ സംഗതികളാണ് അത്. എടാ, ദൂർത്തടിക്കരുത്, അധികം ചെലവാക്കരുത്, പണം വന്നാല് അത് എന്തോ ഒരു പണം വന്നാൽ സരസ്വതി വരൂല, അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച സാധനങ്ങളുണ്ട് കേട്ടോ. മഹാലക്ഷ്മിയും സരസ്വതിയും ഒന്നിച്ചുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാടെ കളഞ്ഞ് ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ് ഓൺലി. അതിനുള്ള കുറെ പ്രാക്ടിക്കൽ ടിപ്സ് ആണ് അജിത് കുമാർ സാറ് പങ്കുവച്ചത്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി, സ്നേഹം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഹാപ്പിനെസ് ഹബിന്റെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ാണ്. ഇനി ഒരു സെഷനുമായിട്ട് അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.